Okay. Thank you, Dr. Dhanesh. Thank you all doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1361 ദിവസമാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ നജീബ് അഹമ്മദാണ്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ നജീബ് അഹമ്മദിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എങ്കിൽ പോലും അദ്ദേഹം നമുക്ക് ഇത് 3ാമത്തെ ക്ലാസ് ആണ് എടുക്കുന്നത്. ഇന്ന് അദ്ദേഹം എടുക്കുന്ന വിഷയം ഫങ്ഷണൽ മെഡിസിൻ ഹോമിയോപ്പതി മാനങ്ങൾ എന്നുള്ള വിഷയത്തിൽ തന്നെ 3ാം ഭാഗമാണിന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. വളരെ നല്ല ഒരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടറെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വരപ്പം. ഡോക്ടറെ ക്ലാസ് തുടങ്ങും. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഓക്കെ. താങ്ക് യു ഷൈല. എല്ലാവർക്കും ഗുഡ് ഈവനിങ്, നമസ്കാരം. നമ്മുടെ പ്രോഗ്രാമിൻ്റെ 3ാമത്തെ സെഷനാണിത്. ഈ സെഷന്റെ ടോപ്പിക് ജെനറ്റിക്സ്, എപ്പിജെനറ്റിക്സ് ആൻഡ് ഹോമിയോപ്പതി. ജെനറ്റിക്സ്, എപ്പിജെനറ്റിക്സ് ആൻഡ് ഹോമിയോപ്പതി നമ്മുടെ നേരത്തെ പറഞ്ഞ ഫങ്ഷണൽ മെഡിസിൻ്റെ ആ ടോപ്പിക്കിന്റെ 3ാമത്തെ ഭാഗമാണ്. ഇതിൽ നമ്മൾ കവർ ചെയ്യുന്നത് എന്താണ് ജനിതക ശാസ്ത്രം, എന്താണ് എപ്പിജെനറ്റിക്സ്, എന്താണ് എപ്പിജെനറ്റിക്സും ജീവിതശൈലിയും തമ്മിലുള്ള ബന്ധം, രോഗങ്ങളും എപ്പിജെനറ്റിക്സും എന്തൊക്കെ രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു, എപ്പിജെനറ്റിക്സ് മേഖലയിൽ ഹോമിയോപ്പതിയിൽ നിലവിൽ നടക്കുന്ന അന്വേഷണങ്ങളും പരീക്ഷണങ്ങളും ഒന്ന് ചെറുതായിട്ട് പരിചയപ്പെടുത്തുക, ആ നിലവിൽ നടക്കുന്ന ചില ചലനങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ് അവസാനമായിട്ട് ഇതിലുണ്ടാകുന്നത്. ഇസഡോറ സുന്ദരിയാണ്, പ്രശസ്തയായ നർത്തകിയാണ്. അതുപോലെ അതിലേറെ വളരെ പ്രശസ്തനായ ബെർണാഡ് ഷോയുടെ കൂട്ടുകാരിയുമാണ്. അവരൊന്നും രണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇസഡോറ ബെർണാഡ് ഷോയോട് ചോദിച്ചു, നമുക്കൊന്ന് കല്യാണം കഴിച്ചാൽ എന്താ? നമുക്കങ്ങനെ ഉണ്ടാവുന്ന കുട്ടി താങ്കളെ പോലെ മഹാബുദ്ധിശാലിയും എന്നെ പോലെ അതീവ സൗന്ദര്യമുള്ള ഒരു കുട്ടിയായിരിക്കും നമുക്ക് ഉണ്ടാവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വളരെ നല്ലൊരു ആശയമല്ലേ? ബെർണാഡ് ഷാ ഒന്ന് തലചൊറിഞ്ഞ് ഒന്ന് കൊട്ടുവായിട്ട് ഒന്ന് മൂരി നിവർന്ന് ഷാ ഇസഡോറയോട് പറഞ്ഞു, ഡോറ, നേരെ തിരിച്ചായാൽ എന്താ സംഭവിക്കുക? നിന്റെ ബുദ്ധിയും എൻ്റെ സൗന്ദര്യവും നിന്റെ ബ്രെയിനും എൻ്റെ ബ്യൂട്ടിയും ഒന്ന് ചേർന്നിട്ടുണ്ടാവുന്ന ഒരു മഹാദുരന്തം ആണ് സംഭവിക്കുന്നതെങ്കിൽ അതൊരു വലിയൊരു പ്രശ്നമാവൂലേ എന്ന് തിരിച്ചു ചോദിച്ചു. അപ്പോൾ ആകസ്മികതയുടെ ഒരു കഥ കൂടിയാണ് യഥാർത്ഥത്തിൽ ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അച്ഛൻ, അപ്പൂപ്പൻ, അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ, മക്കളുടെ മക്കൾ, ഇങ്ങനെ പല തലമുറകളിലൂടെ മനുഷ്യന്റെ ജീവിതത്തിന്റെ സ്ക്രിപ്റ്റ്, ഇൻഫർമേഷൻ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ജനിതക ശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം. അതുപോലെ ജനിതക വ്യതിയാനങ്ങൾ, അതുപോലെ പൈതൃകം, ജീനുകൾ, ഇതൊക്കെ തലമുറകളിലൂടെ മാറ്റം ചെയ്യപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള പഠനവും ശാസ്ത്രവുമാണ് ജനിതക ശാസ്ത്രം. അവിടെ നീലക്കണ്ണുള്ള ഭർത്താവ്, ബ്ലോണ്ട് തലമുടിയുള്ള ഭാര്യ, അല്ലെങ്കിൽ നീലക്കണ്ണ്, ചുരുണ്ട മുടി, നീളം കൂടുതലുള്ള ആള്, നീളം കുറഞ്ഞ ആള്, ഇങ്ങനെ ജനിതകപരമായ ഒരുപാട് വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ ഒരു ഫീനോടൈപ്പിക് വേരിയേഷൻസ് നമ്മൾ വിളിക്കുന്ന മനുഷ്യ പ്രത്യേകതകളെയൊക്കെ വളരെ ശാസ്ത്രീയമായി മനസ്സിലാക്കി പഠിച്ച് നിർദ്ധാരണം ചെയ്ത ഒരു മാത്തമാറ്റിക്സ്, അതായത് ജനിതക ശാസ്ത്രം കണ്ടെത്തിയത് ഒരു പള്ളിയിലച്ഛനാണ്. അദ്ദേഹത്തിന്റെ പേര് ഫാദർ
ഗ്രിഗർ മെൻഡൽ എന്നാണ്. ഗ്രിഗർ മെൻഡലിന്റെ അദ്ദേഹം ഒരു നല്ലൊരു മാത്തമാറ്റീഷ്യനും കൂടിയായിരുന്നു. ഗ്രിഗർ മെൻഡൽ 35,000-ഓളം പയറുകളിൽ വർഷങ്ങളോളം 8-10 വർഷം നടത്തിയ പരീക്ഷണങ്ങൾ, അതിൽ നിന്നാണ് ജനിതക ശാസ്ത്രം ഉണ്ടായത്. ഈ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ജനിതക ശാസ്ത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് മത്തൻ കുത്തിയാൽ മത്തൻ കിട്ടും, കുമ്പളം കുത്തിയാൽ കുമ്പളം കിട്ടും. മത്തന്റെയും കുമ്പളത്തിന്റെയും ഒക്കെ വിത്ത് ഗുണം അനുസരിച്ചാണ് നമുക്ക് അതിന്റെ 10 ഗുണം കിട്ടുക എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന കാര്യങ്ങളുടെ ശാസ്ത്രത്തെയാണ് നമ്മൾ ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത്. അതേസമയത്ത് ജീനോം എന്ന ഒരു ശാസ്ത്രത്തിന്റെ പുതിയ അറിവുകൾ വന്നിട്ടുണ്ട്. ജീനോമിക് സയൻസ് അല്ലെങ്കിൽ ജീനോമിന്റെ ആധുനികമായ കുറെ അറിവുകൾ വലിയ ഒരു ജീനോമിക് പ്രോജക്റ്റിലൂടെ നമ്മൾക്ക് ഈ അറിവുകൾ നമ്മളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ജീനോം പ്രോജക്റ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്, മനുഷ്യന്റെ ജീനോം എന്നത്, മനുഷ്യന്റെ ജീനോം മാപ്പിങ്ങിൽ നമ്മൾ 23 അധ്യായങ്ങളുള്ള മഹാഭാരതമാണ്. മഹാഭാരതത്തിന് 18 അധ്യായങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 4 അക്ഷരങ്ങളിൽ എഴുതപ്പെട്ട AGTC എന്ന അഡിനിൻ ഗ്വാനിൻ തൈമിൻ സൈറ്റോസിൻ എന്ന 4 അക്ഷരങ്ങൾ എഴുതപ്പെട്ട 23 ചാപ്റ്ററുകളുള്ള മഹാ എപ്പിക് അല്ലെങ്കിൽ എന്താണ് ഒരു പുരാണം എന്നൊക്കെ നമ്മൾ പറയാറില്ല, ഇതിഹാസം എന്നൊക്കെ പറയാവുന്ന ഒരു കഥയാണ് മനുഷ്യന്റെ ജനിതക കഥ. അതിൽ 3.2 ബില്യൺ ബേസ് പെയേഴ്സ് ചേർന്നിട്ടാണ് ഈ മൊത്തം ജീനോമിക് ഓഷ്യൻ ഉണ്ടായിരിക്കുന്നത്. ഈ ബേസ് പെയേഴ്സിന്റെ ഒക്കെ മൊത്തം നമ്മൾ കവിതയായിട്ട് ABCD അല്ലെങ്കിൽ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നൊക്കെ പോലുള്ള ഒരു താളത്തിൽ നമ്മൾ പാടാൻ തുടങ്ങിയാൽ 585 വർഷങ്ങൾ, 20 or 21 തലമുറകൾ ഇരുന്നിട്ട് നമ്മുടെ തലമുറകൾ പാടിയാലേ ഒരു മനുഷ്യന്റെ ജനിതക കഥയുടെ പാട്ട് പാടി തീർക്കാൻ പറ്റും. ഇത്രയും വലിയ ഒരു പ്രഹേളികയാണ്. എന്നാൽ അതിൽ 98% ജനിതക തന്തുക്കളിലും വാസ്തവത്തില് ഒരു ജങ്ക് ജീനോം എന്ന് പറയുന്ന, ഇപ്പോഴും ശാസ്ത്രത്തിന് മനസ്സിലായിട്ടില്ലാത്ത, വായിക്കാൻ പറ്റിയിട്ടില്ലാത്ത ഒരു വലിയൊരു ഏരിയയും കൂടിയുണ്ട്. അത് വായിച്ചിരുന്നെങ്കിൽ ഈ 538 വർഷം പോരാ. അപ്പോൾ 98% ജീനുകളും നോൺ കോഡഡ് ജീനുകളാണ്. നമ്മൾ മരുഭൂമിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, നോർത്തിൽ യാത്ര ചെയ്താൽ, ഗൾഫിലൊക്കെ നിങ്ങൾ അടുത്ത കാലത്ത് സിനിമ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ആട് ജീവിതം. അതിൽ നിങ്ങൾ മരുഭൂമി കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ജീനോമിക് മാപ്പിംഗ് അതുപോലെയാണ്. ഞാൻ മരുഭൂമിയിൽ ഒരുപാട് ഡ്രൈവ് ചെയ്ത ആളാണ്. അതായത് ഒരു ചെറിയ ഗ്രാമം അല്ലെങ്കിൽ ഒരു ചെറു പട്ടണം കഴിഞ്ഞാൽ 80-100 കിലോമീറ്റർ വിശാല വിസ്തൃതമായ മരുഭൂമിയാണ്. അതുപോലെയാണ് നമ്മുടെ ജീനും മാപ്പ് ചെയ്തിരിക്കുന്നത്. ജീനിൽ കോഡഡ് ജീനുകളുടെ ചെറിയ തുരുത്തുകൾ കഴിഞ്ഞാൽ വലിയ കിലോമീറ്ററുകളോളം നീണ്ടു നടക്കുന്ന അൺകോഡഡ് ജങ്ക് ജീനോം എന്ന് പറയുന്ന ജീനോമിക് മെറ്റീരിയലുകളാണ്. പക്ഷെ ആ ജങ്കിൽ എന്ത് അത്ഭുതങ്ങളുണ്ട് എന്നുള്ളത് ശാസ്ത്രത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. ഇനി നമ്മൾ DNA-യിലേക്ക് വരുമ്പോൾ ഓരോ കോശത്തിന്റെ ഉള്ളിലും 6 അടിയോളം നീളത്തിൽ നമുക്ക് DNA-യുടെ നീളം അത്രയുമുണ്ട്. അത് ചുരുട്ടി മടക്കി സ്ക്രോളാക്കി ഒരു വിശുദ്ധ സ്ക്രോൾ എന്നൊക്കെ പറയും, ചുരുൾ എന്ന് പറയുന്ന പോലെ, നമ്മൾ താളിയോലകളൊക്കെ അടുക്കി വെച്ച പോലെ വളരെ കർശനമായി അടുക്കി വെച്ചിട്ട് ഉള്ളത് കൊണ്ട് ആ ഒരു ചെറിയ ഒരു ടൈനി സ്പേസിൽ ഒരു മുടിയുടെ 1/20 ഡയമീറ്ററിലാണ് ഒരു ജീനോമിക് സ്പേസ് അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അത് 67 ബില്യൺ കിലോമീറ്റർ, നമ്മൾ 88,000 പ്രാവശ്യം ചന്ദ്രയാത്ര നടത്തി തിരിച്ചു വന്നാലുള്ള അത്രയും നീളത്തിലാണ് നമ്മുടെ ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള DNA-യുടെ ക്രോമസോമിന്റെ നീളം വലിച്ചു വെച്ചാൽ കിട്ടുക. മഹാ അത്ഭുതം തന്നെയാണ്. അത്രയും അത്ഭുതകരമായ ഒരു പ്രതിഭാസത്തിന്റെ ഉടമകളാണ് നമ്മൾ. നമ്മളുടേത് 3.5 ബില്യൺ ആണെങ്കിൽ ചില മാർബിൾ ഫിഷ് ഉണ്ട്, അതിൻ്റെത് 103 ബില്യൺ ആണ്. നമ്മുടെ എത്രയോ ഇരട്ടി, നമ്മുടെ ഏകദേശം 30 ഇരട്ടിയാണ് അതിന്റെ ജീനോമിക് സൈസ്. ചെറിയ ജീവിയാണ്. അപ്പം വലിപ്പ ചെറുപ്പമല്ല അതിന്റെ യാഥാർത്ഥ്യം. അടുത്തത് 99.9% മനുഷ്യരുടെയും ജനിതക നമ്മൾ കോഡഡ് ജീൻ ഉണ്ടല്ലോ, നമ്മുടെ DNA മെറ്റീരിയൽ, അത് ഐഡന്റിക്കൽ ആണ്. ഇത് വളരെ വലിയ ഒരു സത്യത്തിലേക്കാണ് നമ്മളെ മുമ്പിലേക്ക് ഇട്ടുതരുന്നത്. അതായത് 99.9% മനുഷ്യരും
ഒരേ മനുഷ്യനാണ്. അവൻ കറുത്തവനോ വെളുത്തവനോ കാപ്പിരിയോ മതജാതി, നമ്മൾ പല മതത്തിന്റെയും ജാതിയുടെയും വർണ്ണത്തിന്റെയും അവനാണ്, അവൻ ശത്രുവാണ്, ഇവൻ മിത്രമാണ്, അവൻ മറ്റു ജാതിയാണ്, അവൻ അയൽ രാജ്യക്കാരനാണ്, ശത്രു രാജ്യമാണ്, മിത്ര രാജ്യമാണ്, ഇങ്ങനെ അടയാളങ്ങളും കോളം വെച്ചിട്ട് മനുഷ്യനെ വർണ്ണത്തിന്റെ, മതത്തിന്റെ, ജാതിയുടെ, ഭാഷയുടെ പേരിൽ വരഞ്ഞു മുറുക്കി നിർത്തിയ നമ്മുടെ ആധുനിക മനുഷ്യന്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് നമ്മളോട് ഒരു 99.9% എന്നൊരു കണക്ക് നമ്മൾ പറയാണ്, എടോ മനുഷ്യ, എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഇങ്ങനെ പരസ്പരം തലതല്ലി പൊളിച്ച് പരസ്പരം പോര് വിളിച്ച് തല്ലിച്ചാകുന്നത് എന്ന് ചോദിക്കുന്നതാണ് ഈ അക്കം 99.9% എന്ന ഈ അക്കം. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്കൊരു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യം വന്നു. അടുത്ത ബന്ധുക്കൾക്ക് അത് തരാനുള്ള സാധ്യത 30%. നമ്മൾക്ക് പറ്റിയ കറക്റ്റ് ക്രോസ് മാച്ച് ബ്ലഡ് ചിലപ്പോൾ വെളിയിലുള്ള 70%ന്റെ കയ്യിലായിരിക്കും. കിട്ടാൻ 70% സാധനം വെളിയിലാണ്. അപ്പൊ അങ്ങനെ അത്തരം കഥകൾ കൂടി നമ്മൾക്ക് ഈ ജീനോമിൽ കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് നമ്മൾക്കറിയാം, ഇനി രോഗത്തിന്റെ കഥ പറയുമ്പോൾ രോഗം അടുത്ത ജനറ്റിക് രോഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത തലമുറയിൽ വരുന്നത് ഈ കരിയർ അല്ലെങ്കിൽ റെസസീവ് ജീൻ അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ മക്കളിൽ ചിലർക്ക് അത് ഡോമിനന്റ് ആവാം, ചിലർക്ക് റെസസീവ് ആവാം. ഇതൊക്കെയാണ് ജെനറ്റിക്സിന്റെ അടിസ്ഥാന പാഠങ്ങൾ. ഇത് നമ്മൾ ഈ പാഠങ്ങൾ നമുക്ക് കിട്ടുന്ന കുറെ അറിവുകൾ വെച്ചിട്ട് നമ്മൾ മൈക്കൽ ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസ്റ്റർ കുഷിനെ കുറിച്ച് അറിയാം. അദ്ദേഹം വലിയ ഹോളിവുഡ് നടനാണ്. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടെ അമ്മയുടെ ഉദരത്തിൽ 5 മിനിറ്റ് വ്യത്യാസത്തിൽ പുറത്തു വന്ന ഒരു സഹോദരനാണ്. അതായത് മോണോസൈഗോട്ടിക് ട്വിൻ എന്ന് പറയുന്ന, മോണോ ഓവിയൽ ട്വിൻ എന്ന് പറയുന്ന അത്രയും ജനിതക സാമ്യമുള്ള ഒരു ആൾ ഒന്നിച്ച് ജനിച്ചു, ഒരുപോലെ ആരോഗ്യവാന്മാരായിരുന്നു. പക്ഷെ 3ാമത്തെ വർഷം അദ്ദേഹത്തിന് സെറിബ്രൽ പാൾസി ഉണ്ടായി. 13ാമത്തെ വർഷം ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വന്നു. ഈ 2 രോഗവുമായി ഒരു ബന്ധവുമില്ലാതെ തികച്ചും റാൻഡംലി അദ്ദേഹത്തിന് ബ്ലഡ് ക്ലോട്ട് ഉണ്ടായി, ഹാർട്ടിൽ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി 10ാമത്തെ വർഷം വീണ്ടും ചെയ്യേണ്ടി വന്നു. ഒരു വ്യക്തിക്ക് പലവട്ടം മെഡിക്കൽ ചാലഞ്ചസ് വരികയാണ്. അപ്പൊ അവിടെ ഒരേ പാരന്റിങ് ആണ്, ഒരേ ജനിതക തന്തുവാണ്, ഒരേ വീട്, ഒരേ ഐഡന്റിറ്റി, ഒരേ സാഹചര്യങ്ങൾ, ഒരേ കൾച്ചർ, ഇതെല്ലാം ആകുമ്പോഴും ഇത്തരം ചില കാര്യങ്ങളിൽ വൈവിധ്യങ്ങൾ വരുന്നു. ആ വൈവിധ്യങ്ങളുടെ പിന്നാമ്പുറം എന്താണ്? ഇത് നമ്മൾ അന്വേഷിച്ചു പോകേണ്ടതാണ്. നമ്മൾക്കറിയാം, ബോളിവുഡിൽ നമ്മൾ ഒരു കാലത്ത് സ്ഥിരം കണ്ടിരുന്ന കഥയുടെ ഒരു കഥാതന്തു പോകുന്നത് ഇങ്ങനെയാണ്. ഇരട്ട കുട്ടികൾ ജനിക്കുന്നു. ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ, വളരെ ചെറുപ്പത്തിൽ തന്നെ ചില ദുഃഖകരമായ സാഹചര്യങ്ങൾ അവർ പരസ്പരം മുറിച്ചു മാറ്റപ്പെടുന്നു. ഒരാൾ ഏതോ ശേരിയിൽ എത്തുന്നു, മറ്റേയാൾ ഒരു കുബേരന്റെ വീട്ടിലെത്തുന്നു. ഒരാൾ ഹീറോ ആയി ജീവിക്കുന്നു, മറ്റേയാൾ വില്ലനായി ജീവിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം അവർ കണ്ടുമുട്ടുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കൈത്തിരി കരിന്തിരി പോലെ, അതൊരു വ്യക്തിയുടെ കാര്യമാണെങ്കിൽ ഇത് 2 വ്യക്തികളുടെ ജീവിതം ഒരുപോലെ ജനിച്ച് 2 സാഹചര്യത്തിൽ വളർന്ന് 2 വ്യക്തിത്വമായി മാറുന്നത് നിന്റെ ശാസ്ത്രം എന്താണ് എന്നുകൂടി നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണ്. അതൊരു വ്യക്തി ജയ് ആവണോ വിജയ് ആവണോ എന്ന് നിർണ്ണയിക്കുന്നത് ആരാണ്? ഇവിടെ നേച്ചർ നർച്ചർ പ്രകൃതം, അല്ലെങ്കിൽ അതിന്റെ പ്രകൃതവും പ്രകൃതിയും, നമ്മുടെ വ്യക്തിയുടെ പ്രകൃതം അല്ലെങ്കിൽ ഇന്നേറ്റ് നേച്ചർ അല്ല, അതുപോലെ ഒരു വ്യക്തി വളരുന്ന നർച്ചർ അല്ലെങ്കിൽ സാഹചര്യം അല്ലെങ്കിൽ പ്രകൃതി, ഈ 2 ഭാഗത്തു നിന്നിട്ട് ശാസ്ത്രത്തിന്റെ ആളുകൾ കുറെ വർഷങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുവാണ്. ഒരു വിഭാഗത്തിൽ നമ്മൾ നേച്ചർ ഡിറ്റർമിനിസ്റ്റുകൾ എന്ന് പറയാം, മറ്റവരെ നമ്മൾക്ക് എൻവയോൺമെന്റൽ ഡിറ്റർമിനിസ്റ്റുകൾ എന്ന് പറയാം. ഈ 2 ഭാഗത്ത് നിന്നിട്ട് നർച്ചറാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, നേച്ചർ അല്ല എന്നൊരു ഭാഗത്ത് പറയുമ്പോൾ ജീനാണ്, ജനിതകമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ജനിതകമായതിന്റെ അപ്പുറത്ത് അതിന്റെ വിശുദ്ധി, ജനിതക വിശുദ്ധി, വംശവിശുദ്ധി, ഇതിനപ്പുറത്ത് ഒരു സാധനവുമില്ല. മത്തൻ കുത്തിയാൽ മത്തൻ മാത്രമേ മുളക്കുള്ളൂ എന്ന് പറയുന്ന, ശക്തമായി വിശ്വസിക്കുന്ന ഒരു കാലം കഴിഞ്ഞ കുറെ നൂറ്റാണ്ടുകളായി, പ്രത്യേകിച്ച് കഴിഞ്ഞ 2 നൂറ്റാണ്ടുകൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ നൂറ്റാണ്ട് 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വളരെ ദുഃഖകരമായ ഒരു ശാസ്ത്രത്തിന്റെ പേരിൽ നടന്ന ഒരു സംഭവമായിരുന്നു യൂജനിക്സ്,
എന്ന വംശശുദ്ധി സിദ്ധാന്തം. നല്ല ജീനുകളുള്ള ആളുകൾ ലോകത്ത് വേണമെന്നും ചീത്ത ജീൻ ആളുകളെ തുടച്ചു മാറ്റണമെന്നും വിശ്വസിച്ചിരുന്ന ഗവൺമെന്റ് പോളിസിയാക്കി എടുത്തിരുന്ന ഗവൺമെന്റുകളായിരുന്നു ലോകത്ത് മിക്കവാറും ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലായാലും അമേരിക്കയിലായാലും. അമേരിക്കയിൽ ഒരുപാട് നല്ല സിനിമകൾ ആ ദുരന്ത കഥകൾ ആസ്വദിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിൽ ബക്കറ്റും തോർത്തുമുണ്ടും കൊടുത്തിട്ട് പാവപ്പെട്ടവരുടെ ചേരികളിൽ പോയി വാസക്ടമി ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇത് മനുഷ്യനെ വിത്തുഗുണത്തിന്റെ പേരിൽ, യൂജനിക്സിന്റെ പേരിൽ മനുഷ്യനെ എത്നിക് ക്ലൻസിങ് ചെയ്യുന്ന ഒരു രീതി ശാസ്ത്രത്തിന്റെ പേരിൽ നടപാടിയ ഒരു കാലം കൂടി ഉണ്ടായി. ഇനി നർച്ചർ നേച്ചർ ഡിലമ്മ, ഈ ഒരു കൺഫ്യൂഷനിൽ, ഈ ഒരു അങ്കലാപ്പിൽ നമുക്കറിയാം കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ രണ്ട് ജർമ്മൻ നാട്ടുകാർ ലോകത്ത് ഈ രണ്ട് ചേരിയുടെ തലപ്പത്ത് നിന്നിരുന്നു. അതിലൊരാൾ ജീനാണ്, വംശശുദ്ധിയാണ്, രക്തമാണ്, ആര്യരക്തമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിഭാഗത്തെ തുടച്ചു നീക്കാൻ ശ്രമിച്ച അഡോൾഫ് ഹിറ്റ്ലർ, അദ്ദേഹത്തിന്റെ മീശ കൊണ്ടും അദ്ദേഹത്തിന്റെ തീ പാറുന്ന വെറുപ്പ് നിറഞ്ഞ പ്രസംഗം കൊണ്ടും അദ്ദേഹം കുപ്രസിദ്ധനായിരുന്നു. എത്നിക് ക്ലെൻസിങ് നടത്തിയ ആളായിരുന്നു. മറുഭാഗത്ത് മറ്റൊരു ജർമ്മൻ, അദ്ദേഹം മറുഭാഗത്ത് നർച്ചറാണ് ഏറ്റവും പ്രധാനം, ജനിതകപരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യമില്ല, നർച്ചറാണ് പ്രാധാന്യം എന്ന രീതിയിൽ അതിശക്തമായി ഈ പറയുന്ന ബിഹേവിയർ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ പരിസ്ഥിതി കാര്യങ്ങളെ ഊന്നൽ കൊടുക്കുന്ന ഒരു സിദ്ധാന്തമായിട്ട് മുമ്പോട്ട് വന്നിരുന്നു. അദ്ദേഹമാണ് കാൾ മാർക്സ്. ഈ രണ്ട് വിരുദ്ധ സിദ്ധാന്തങ്ങൾ രണ്ടും എക്സ്ട്രീമായിരുന്നു. ഈ രണ്ട് എക്സ്ട്രീമിന്റെ ഇടയിൽ ഏതോ ബസ് സ്റ്റാൻഡിൽ എപ്പിജെനറ്റിക്സ് എന്ന ഒരു ശാസ്ത്രം കൊടയും പിടിച്ച് വെയിലും കൊണ്ട് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ 20 വർഷത്തിന് ശേഷമാണ് ഈ പറഞ്ഞ രണ്ട് ജർമ്മൻകാരും മരിച്ച് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എപ്പിജെനറ്റിക്സ് എന്ന ശാസ്ത്രം മുമ്പോട്ട് വരുന്നത്. നേച്ചർ നർച്ചർ ഡിലമ്മയുടെ ഒരു കൃത്യമായ മരുന്നും അതിനുള്ള സൈദ്ധാന്തികമായ ഒരു മറുപടിയുമായിട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ എപ്പിജെനറ്റിക്സ് എന്ന സിദ്ധാന്തം വന്നത്. ജെനറ്റിക്സിന്റെ പുറത്ത്, എപ്പിജെനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെനറ്റിക്സിന് വെളിയിൽ ഉള്ള കാര്യങ്ങൾ എങ്ങനെ മനുഷ്യന്റെ സ്വഭാവത്തെ, മനുഷ്യന്റെ രോഗങ്ങളെ, ആരോഗ്യത്തെ, അവന്റെ ലോഞ്ചിവിറ്റിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന അന്വേഷണത്തിന്റെ ഏറ്റവും നല്ല ശാസ്ത്രമാണ് എപ്പിജെനറ്റിക്സ്. അതായത് ജെനറ്റിക്സ്, DNA ക്രമങ്ങളുടെ ജെനറ്റിക്സ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ജീനുകളാണ് നിർണായക ശക്തി. ജീനുകൾ കോശങ്ങളോട് പറയുന്നു മഞ്ഞ മുടി വരൂ, ഗോൾഡൻ മുടി ഉണ്ടാക്കൂ, അല്ലെങ്കിൽ കറുത്ത മുടി ഉണ്ടാക്കൂ, നീലക്കണ്ണ് വേണം എന്നൊക്കെ ജീൻ കോശങ്ങളോട് പറയുന്നു, കോശങ്ങൾ അനുസരിക്കുന്നു. എപ്പിജെനറ്റിക്സിൽ ആ സിദ്ധാന്തം അതുപോലെ അംഗീകരിക്കുമ്പോൾ തന്നെ, അതായത് ജെനറ്റിക്സ് എന്നുള്ളത് നമ്മളുടെ ഒരു ഫീച്ചർ ഫിലിമായിട്ട് നമുക്ക് കാണാം. അതിന് ഒരു സ്ക്രിപ്റ്റേ ഉള്ളൂ. ആ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു വലിയ ഒരു സീരീസ്, അതിന് ഒറ്റ സ്ക്രിപ്റ്റേ ഉള്ളൂ. ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് കഥയുടെ ആദ്യം മുതൽ അവസാനം വരെ പോകും. അതല്ലാത്ത വേറൊരു രീതിയാണ് നമ്മുടെ സീരിയൽ കോമഡീസ്. ഈ സ്റ്റാൻഡ് കോമഡീസ് എന്ന് പറയുന്ന ഈ കോമഡികളിൽ ഓരോ എപ്പിസോഡിനും ആളുകളുടെ, അനുവാചകരുടെ ഇൻപുട്ട് അനുസരിച്ച്, അവരുടെ റെസ്പോൺസ് അനുസരിച്ച്, വ്യൂവർഷിപ്പ് അനുസരിച്ച് കഥയുടെ തന്തു മാറിക്കൊണ്ടേയിരിക്കും. ഇതുപോലെയാണ് DNA-യുടെ ജെനറ്റിക് DNA-യുടെ ക്രമം സുസ്ഥിരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഗ്രിഗർ മെൻഡൽ പഠിപ്പിച്ചു തന്ന, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം ജെനറ്റിക് ജീനോം അല്ലെങ്കിൽ ജെനറ്റിക്സ് എന്ന് നമ്മൾ പഠിച്ച ഒരു സ്റ്റാറ്റിക് ജെനറ്റിക്സിന്റെ അപ്പുറത്ത് പുതിയ ശാസ്ത്രം എന്ന് പറയുന്നത് കോശങ്ങൾ തിരിച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞു DNA ബേസ്ഡ് ജെനറ്റിക്സ് നമ്മളോട് പറയുന്നത് DNA കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു, കോശങ്ങൾ അനുസരിക്കുന്നു, നമ്മളുടെ ശരീരം അതനുസരിച്ച് ബിഹേവ് ചെയ്യുന്നു. മറുഭാഗത്ത് പുതിയ ശാസ്ത്രം എപ്പിജെനറ്റിക്സ് പറയുന്നു അത് അവിടെ ഉണ്ടായിരിക്കെ തന്നെ വേറൊരു അതിലും ശക്തമായ, ഡൈനാമിക്കായ, കൂടുതൽ ഫാർ റീച്ചിങ് ആയ ഒരു പ്രഭാവം നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഉണ്ടാവുന്നുണ്ട്. അതാണ് എപ്പിജെനറ്റിക്സ്. അവിടെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ, ജീനിന് ചുറ്റുമുള്ള എപ്പിജെനറ്റിക് മെക്കാനിസത്തിനോട് നിരന്തരമായി
സംവദിക്കുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതിനെ തിരുത്തുന്നു, അതിനെ മാറ്റിമറിക്കുന്നു, അതിനെ നല്ലതോ ചീത്തയോ ആക്കുന്നു. നമ്മുടെ കോശങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? നമ്മുടെ കോശങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകൾ അതെന്താണ്? നമ്മുടെ ഭക്ഷണം, നമ്മുടെ വ്യായാമം, നമ്മുടെ മനസ്സിന്റെ സ്ട്രെസ്, അതുപോലുള്ള അവസ്ഥകൾ, നമ്മുടെ ഉറക്കം, അതുപോലെ നമ്മുടെ അമ്മയുടെ വയറ്റിനകത്ത് ഉള്ള എൻവയോൺമെന്റ്, ജനിച്ചതിന് ശേഷമുള്ള ശൈശവം, ബാല്യം മുതൽ ഓരോ ഘട്ടങ്ങൾ, ആ സമയത്ത് ഉണ്ടാകുന്ന ടോക്സിക് എക്സ്പോഷർ, അതുപോലുള്ള പൊല്യൂഷൻസ്, അതുപോലെ റേഡിയേഷൻസ്, ഇതുപോലെയുള്ള ഒരുപാട് സാധനങ്ങൾ നിരന്തരമായി നമ്മുടെ കോശങ്ങളിൽ എത്തുകയും കോശങ്ങളിൽ അത് ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ നിരന്തരമായി ജീനോമിക് സ്ഫിയറിലേക്ക് പോയി ജനിതകപരമായ ഏരിയയിൽ വളരെ കൃത്യമായ, വളരെ ശക്തമായ, ഡൈനാമിക്കായ, നിരന്തരമായ ചേഞ്ചുകൾ ഉണ്ടാക്കുന്നതാണ്. ഓരോ ദിവസവും ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ രൂപപ്പെടുന്നു. ഓരോ ദിവസവും ശരീരം അതിനെ ഈ എപ്പിജനറ്റിക്സ് മെക്കാനിസം ഉപയോഗിച്ച് തകർക്കുന്നു, വീണ്ടും ഉണ്ടാകുന്നു. ഇതൊരു നിരന്തരമായ ഒരു വലിയ ഒരു ബഹളം, ഒരു ഫിനോമിന അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ഉള്ള അതിൻ്റെ കൃത്യമായ അതിനെ നിയന്ത്രിക്കുന്ന ലൈഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. എംബ്രിയോണിക് ലൈഫ്, ഏർലി ചൈൽഡ്ഹുഡ്, നേരത്തെ പറഞ്ഞ ഏജിങ് മുതൽ ഫാർമാ ഡ്രഗ്, ഞാൻ പറയാൻ വിട്ടൊരു സാധനം, ടോക്സിൻസ്, പൊല്യൂഷൻസ്, ഡയറ്റ്, മൂവ്മെന്റ് അഥവാ വ്യായാമം, സ്ലീപ്പ്, ഇത് നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റം, ആ കോശങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന എപ്പിജനറ്റിക് മെക്കാനിസം, 3 തരത്തിലുള്ള മെക്കാനിസം ഉണ്ട്, അത് ഞാനിപ്പോൾ പറയുന്നതാണ്. അത് DNA-യിലെ സ്ട്രക്ചർ മാറ്റാതെ DNA-യിൽ ഉണ്ടാക്കുന്ന ജനിതകപരമായ വ്യതിയാനങ്ങളും ഇൻഫ്ലുവൻസും. ഇതാണ് എപ്പിജനറ്റിക് ശാസ്ത്രത്തിന്റെ ആകത്തുക. 3 കോർ എലമെന്റ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആണ് ഈ പറയുന്ന എപ്പിജനറ്റിക് മെക്കാനിസത്തിലുള്ളത്. അതിലൊന്ന് DNA മെത്തിലേഷൻ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് മെത്തിലേഷൻ തന്നെയാണ്. ഒരു മീഥൈൽ മോളിക്യൂൾ DNA-യുടെ മെറ്റീരിയലിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന മെത്തിലേഷൻ ഫിനോമിനയാണ്. അപ്പൊ ആ മെത്തിലേഷനിലൂടെ ശരീരത്തിൽ പിന്നെ ക്രോമസോം അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലുകളിൽ മാറ്റം ഉണ്ടാകുന്നു. അത് അവിടെ സ്വിച്ചിങ് ഓൺ ആൻഡ് സ്വിച്ചിങ് ഓഫ്. നമ്മൾക്ക് ഒരു രോഗത്തിന്റെ എന്താ പറയുക, പർട്ടിക്കുലർ സീക്വൻസ്, ഒരു രോഗം ഉണ്ടാവുന്നത് ഒരു പർട്ടിക്കുലർ DNA സീക്വൻസിന്റെ കൺവെർജൻസ് കാരണമോ ഡൈവർജൻസ് കാരണമോ ആവാം രോഗം എക്സ്പ്രസ് ചെയ്യുന്നത്. രോഗത്തിന്റെ തന്തു ലൂസായി കിടക്കുകയാണ്, മെത്തിലേഷൻ വന്നിട്ട് അല്ലെങ്കിൽ അസിറ്റിലേഷൻ വഴി ഈ പറയുന്ന ലൂസ് സ്ട്രാൻഡുകളെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രോഗം പുറത്തേക്ക് വരുന്നു. അപ്പോൾ ആ മെത്തിലേഷന്റെ ഈ പറയുന്ന മെത്തിലേഷൻ ടാഗ് അവിടെ കിടക്കുന്നുണ്ട്. ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട ഇൻഫ്ലുവൻസും ബോഡിയുടെ ഇതും പോയിട്ട് ആ ടാഗിൽ പോയി തൊടുകയും അതിനെ ആക്ടിവേറ്റ് ചെയ്യുകയും കംപ്രഷൻ നടക്കുകയും രോഗം എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ലളിതമായ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ഭാഷയിൽ ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. 2 ഹിസ്റ്റോൺ, രണ്ടാമത്തെ ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻ ആണ്. അവിടെ അസറ്റിലേഷൻ ആണ് നടക്കുക. മീഥൈലിന് പകരം അസറ്റൈൽ കോയിൻസൈം പോലുള്ള സാധനങ്ങളാണ് അവിടെ നടക്കുക. മൂന്നാമത്തേത് നോൺ കോഡഡ് RNA റെഗുലേഷൻ ആണ്. ഇതെന്താണ് നമുക്ക് നോക്കാം. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണാം ക്രോമസോം. ഒരു ക്രോമസോമിന്റെ ഒരു തന്തു നമ്മൾക്ക് വെളിയിലേക്ക് എടുത്താൽ ആ തന്തു ആദ്യം ഈ കോയിൽഡ് ക്രോമസോം എന്ന അവസ്ഥയിൽ, അതായത് നമ്മുടെ ക്രൊമാറ്റിൻ എന്ന് പറയും, അത് എന്നിട്ട് ഈ പറയുന്ന ഹിസ്റ്റോൺ എന്ന് പറയുന്ന ആ നീല നിറത്തിലുള്ള ചക്രങ്ങൾ കണ്ടു. ഹിസ്റ്റോൺ നമ്മുടെ താലിയോള ഗ്രന്ഥങ്ങൾ പോലെയാണ്. ക്രോമസോമിനെ കൃത്യമായ ഒരു ഘടനയിൽ ഒതുക്കി അടുക്കി നിർത്താനും ജനറ്റിക് എക്സ്പ്രഷനെ നിർദ്ധാരണം ചെയ്യാനും ആ എക്സ്പ്രഷനെ നിയന്ത്രിക്കാനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണിയെടുക്കുന്നത് ഈ ഹിസ്റ്റോൺസ് ആണ്. അത് മെത്തിലേഷൻ പോലെ ക്രോമസോമിൽ നേരിട്ട് നടക്കുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഹിസ്റ്റോണിലുള്ള എന്താണ് അസറ്റിലേഷൻ. അപ്പോൾ അവിടെ ന്യൂക്ലിയോസോംസ് പറയും. അവിടെ ഓരോ ക്രോമസോമും ഈ പറയുന്ന ഈ എന്താണ് നമ്മുടെ തയ്യൽ ചെയ്യുന്ന ആളുകൾക്കറിയാം, ഒരു ബിൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, നമ്മൾ നൂല് അതിന് ചുറ്റി വെക്കാറുണ്ട്. അതുപോലെ ക്രോമസോമിന് അടുക്കുകളോടെ അടരുകളായി ഈ ക്രോമസോമിന് ചുറ്റി വെക്കുന്നതാണ് ന്യൂക്ലിയോ. ആ അടുക്കളായി വെക്കുന്നതിനപ്പുറത്ത് ക്രോമസോമിന്റെ ജനറ്റിക് എക്സ്പ്രഷനെ അസറ്റിലേഷൻ വഴിയും മെത്തിലേഷൻ വഴിയും നിയന്ത്രിക്കാനുള്ള ഒരു പണിയും കൂടി ഈ പറയുന്ന ഹിസ്റ്റോണിലുള്ള പ്രോട്ടീനുകൾക്കുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തത് നോൺ കോഡഡ് RNA ആണ്. ഈ RNA-യും ഇതുപോലെ മെത്തിലേഷൻ അല്ലെങ്കിൽ എന്താണ്
ഈ പറഞ്ഞ എപ്പിജനറ്റിക് ആക്ടിവേഷനെ അതിൻ്റെതായ രീതിയിൽ മറ്റ് രണ്ട് ഫാക്ടേഴ്സിനെ പോലെ അല്ലെങ്കിലും അതിൻ്റെതായ രീതിയിൽ എപ്പിജനറ്റിക് ഫാക്ടേഴ്സിനെ എക്സ്പ്രസ് ചെയ്യുന്നതിനും സ്വിച്ച് ഓൺ ചെയ്യുന്നതിനും സ്വിച്ച് ഓഫ് ചെയ്യുന്നതിനും ഉള്ള ധർമ്മം നിർവഹിക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. മെത്തിലേഷനിൽ യഥാർത്ഥം നടക്കുന്ന മീഥൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്നു. അതിനൊരു എൻസൈം ആവശ്യമാണ്. അത് മീഥൈൽ ട്രാൻസ്ഫറേസ് എൻസൈം ആണ്. DNA മീഥൈൽ ട്രാൻസ്ഫറേസ് എൻസൈം DNMT ആണ്. അപ്പൊ അത് 3-4 കാര്യങ്ങൾ, അതായത് എങ്ങനെയാണ് അത് ചെയ്യുന്നത്? നമ്മുടെ ജനറ്റിക് മെറ്റീരിയലുള്ള ചില ജീനോമിക് സീക്വൻസിനെ സൈലൻസ് ചെയ്യുന്നു. അതുപോലെ ടേണിംഗ് ഓഫ് എക്സ് ക്രോമസോം. ഇത് നമ്മൾക്കറിയാം, സ്ത്രീകൾക്ക് 2 എക്സ് ക്രോമസോം ഉണ്ട്. അതൊരു ധാരാളിത്തമാണ്. യഥാർത്ഥത്തിൽ ഒരു എക്സ് ക്രോമസോം ധാരാളം മതി. ആണുങ്ങളുമായിട്ട് തുല്യം കിട്ടണമെങ്കിൽ ഒരു എക്സ് ക്രോമസോം മതി. ആണുങ്ങൾക്ക് ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ. ആണുങ്ങളുടെ വൈ ക്രോമസോം നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു മരുഭൂമിയാണ്, അതിൽ കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പോ 2 എക്സ് ക്രോമസോമിൽ ഒരു എക്സ് ക്രോമസോമിനെ സൈലൻസ് ചെയ്താൽ മാത്രമേ ഒരു സ്ത്രീയുടെ ശരീരത്തിലുള്ള ജെനറ്റിക് എക്സ്പ്രഷൻ ഒപ്റ്റിമലി നടക്കുകയുള്ളൂ. അപ്പോൾ മെത്തിലേഷൻ വഴി, DNA മെത്തിലേഷൻ വഴി ഈ പറയുന്ന ഒരു എക്സ് ക്രോമസോമിനെ സൈലൻസ് ചെയ്യുന്ന ഒരു പണി കൂടി ഈ മെത്തിലേഷനിൽ നടക്കുന്നുണ്ട്. അതൊരു എപ്പിജനറ്റിക് ഫാക്ടറാണ്, എപ്പിജനറ്റിക് ഫിനോമിനയാണ്. അതുകൊണ്ട് തന്നെ ലൈഫ് സ്റ്റൈലും ഫെമിനിൻ ക്യാരക്ടറും തമ്മിൽ ചില ബന്ധങ്ങളുണ്ടെന്ന് കൂടി പറയാൻ വേണ്ടിയാണ് പറയുന്നത്. അതൊരു സെൽ ഡിഫറൻഷിയേഷൻ, ബോഡി ഡെവലപ്മെന്റ്, ഏജിങ്, രോഗത്തിന്റെ സൈലൻസിങ് അല്ലെങ്കിൽ എക്സ്പ്രഷൻ, ട്യൂമർ സപ്രസ് ജീൻ പോലുള്ള സാധനങ്ങളെ സപ്രസ് ചെയ്യുന്നതിലൊക്കെ മെത്തിലേഷന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ മെത്തിലേഷനെ സഹായിക്കുന്ന 2 പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് ആണ് B12ഉം ഫോളേറ്റും, ബി വൈറ്റമിൻസ് ആണ്. അതിന് നമ്മൾ പിന്നെ എങ്ങനെ പറയുന്ന ട്രഡീഷണൽ ജീനോമിക് കാഴ്ചപ്പാടും പുതിയ ഈ പറയുന്ന എപ്പിജനറ്റിക്സ് പോലുള്ള ന്യൂട്രി ജീനോമിക്സുകളുടെ കാഴ്ചപ്പാടും പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് കൂടി നമുക്ക് നോക്കാം. ജീൻ ഡെഫിനിഷൻ ഇത് ഓടിച്ച് പറഞ്ഞു പോവുകയാണ്. നമുക്ക് ഹോമിയോപ്പതിക് സെഷനിലേക്ക് വിശദമായിട്ട് പോകാം. അപ്പോൾ ഇവിടെ ജീൻ ഡെഫിനിഷനിലേക്ക് വരുമ്പോൾ ട്രഡീഷണൽ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മളൊക്കെ പഠിച്ച ഒരു കാലം ഉണ്ടായിരുന്നു, 20 വർഷം മുമ്പോ അല്ലെങ്കിൽ 25 വർഷം മുമ്പോ. കഴിഞ്ഞ ഒരു 5-8 വർഷമായിട്ടാണ് എപ്പിജനറ്റിക്സിനെ കുറിച്ച് ഒരു കൃത്യമായ അറിവുകൾ വരുന്നത്. ഈ കാണുന്ന പുസ്തകം 1903 ഇറങ്ങിയ പുസ്തകമാണ്. 2003 ഇറങ്ങിയ പുസ്തകമാണ്. ഇതിൽ എപ്പിജനറ്റിക്സ് എന്നുള്ളൊരു വാക്ക്, ജീനോമിനെ കുറിച്ചുള്ള വളരെ ആധികാരികമായ ബുക്കാണ്. ഇതിൽ എപ്പിജനറ്റിക്സ് എന്നുള്ളൊരു വാക്ക് പോലുമില്ല. അത്രയും നവീനമാണ് എപ്പിജനറ്റിക്സ് എന്ന ശാഖ. എന്നാൽ ഹോമിയോപ്പതിയുടെ ഒരു ഡോക്ടർ 1998-7 ഹോമിയോ മരുന്നും എപ്പിജനറ്റിക്സും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഡോക്ടർ ബക്ഷ് എന്നൊരാൾ തിസീസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൽ വരുന്നതിന് മുമ്പ് ചില ഹോമിയോക്കാര് എപ്പിജനറ്റിക്സിനെ കുറിച്ച് സംസാരിച്ചു, അന്വേഷിച്ചിട്ടുണ്ട് എന്നുകൂടി ഈ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. സന്തോഷത്തോട് പറയാണ്. സെഗ്മെന്റൽ DNA എന്ന് പറയുന്ന ഒരു ഇനേർട്ട് ആയിട്ടുള്ള, ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള DNA ആയിട്ടാണ് ജനിതക ശാസ്ത്രത്തെ നമ്മൾ ട്രഡീഷണൽ മനസ്സിലാക്കിയിരിക്കുന്നത്. പുതിയ ശാസ്ത്രം അനുസരിച്ച് ജീനോമിക്സ് ആൻഡ് ജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഡൈനാമിക് ആണ്. എപ്പിജനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ ഡൈനാമിക് യൂണിറ്റ് ആണ്. അത് പലതരത്തിലുള്ള റെഗുലേറ്ററി റീജിയൻസ് ഉണ്ട്. അതുപോലെ പിന്നെ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് നോൺ കോഡിങ് RNAs. അപ്പൊ ഇതൊരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. രണ്ടാമത്തത് ഇൻഹെറിറ്റൻസിൽ മെന്റലിയൻ ഇൻഹെറിറ്റൻസ് പാറ്റേൺസ് അനുസരിച്ച് വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ്, കൃത്യമായ സയൻസും കാൽക്കുലേഷനും മാത്തമാറ്റിക്സും ഉള്ള മെന്റലിയൻ ഇൻഹെറിറ്റൻസ് ആണ് നമ്മൾ ഇത്രയും കാലം പഠിച്ചത്. അത് വളരെ ശക്തമാണ്, ഭദ്രമാണ്. പക്ഷെ അതിന് അപ്പുറത്തുള്ള ചില കാര്യങ്ങൾ പഴയ മെന്റലിയൻ സയൻസിന് അല്ലെങ്കിൽ ഗ്രിഗർ മെന്റലിന്റെ കണക്ക് പുസ്തകത്തിലില്ലാത്ത ചില കണക്കുകൾ ആധുനിക ലോകത്ത് നമ്മുടെ മുമ്പിൽ ദുരൂഹതയുടെ, നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞില്ലേ, എന്തുകൊണ്ട് ഒരേ അച്ഛൻ, ഒരേ അമ്മ, ഒരേ വീട്, ഒരേ ജനിതക തന്തുക്കൾ, മോണോ ഓവിയൽ അല്ലെങ്കിൽ മോണോസൈഗോട്ടിക് ട്വിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ എന്തുകൊണ്ട് കാണുന്നു നോക്കും എന്ന് പറയുമ്പോൾ ഗ്രിഗർ മെന്റലിന്റെ കണക്ക് പുസ്തകങ്ങൾ നോക്കി നമുക്കത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് എപ്പിജനറ്റിക്സ് പോലുള്ള പുതിയ ശാസ്ത്രങ്ങൾ നമുക്ക് അതിനെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ജനറ്റിക് വേരിയേഷനെ കുറിച്ച് പറയുമ്പോഴും മ്യൂട്ടേഷൻ പോലുള്ള ചില കാര്യങ്ങൾ, എപ്പോഴോ ഒരിക്കലും നടക്കുന്ന മ്യൂട്ടേഷൻ ലീപ്പ് എന്ന് പറയുന്ന ഒരു ഇതിലാണ്
ഈ മെന്റലിയൻ അല്ലെങ്കിൽ നമ്മളുടെ കൺവെൻഷണൽ ട്രഡീഷണൽ എന്താ പറയുക നമ്മുടെ ജെനറ്റിക്സ് വേരിയേഷൻസിനെ കുറിച്ച് പറയുന്നത്. ജെനറ്റിക് വേരിയേഷൻസ് വരണമെങ്കിൽ ഒരു മ്യൂട്ടേഷൻ നടക്കണം. ഇത് പഴയ കാഴ്ചപ്പാടാണ്. പുതിയ കാഴ്ചപ്പാടനുസരിച്ച് എവറി ഡേ ഇറ്റ് ഈസ് ഹാപ്പനിങ് ഡൈനാമിക്കലി ഇൻ ജെനറ്റിക് ലെവൽ ഫ്രം ദ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്. പുറമേ നിന്നുള്ള കാര്യങ്ങൾ കൊണ്ട്, കോശങ്ങൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കൊണ്ട്, കോശങ്ങൾ ചെയ്യുന്ന ഈ പറയുന്ന എപ്പിജനറ്റിക് ആക്ടിവേഷൻ കാരണം ഓരോ ദിവസവും നിരന്തരമായി എപ്പിജനറ്റിക് എക്സ്പ്രഷനിൽ മാറ്റം ഉണ്ടാകുന്നു എന്നാണ് പുതിയ ശാസ്ത്രം പറയുന്നത്. അപ്പോൾ അവിടെ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം എന്ന പോലുള്ള സംഭവങ്ങൾ, കോപ്പി നമ്പർ, നേരത്തെ പറഞ്ഞില്ലേ, കോപ്പി നമ്പർ വേരിയേഷൻ. ഒരു പർട്ടിക്കുലർ സീക്വൻസിന്റെ എണ്ണത്തിലുള്ള കോപ്പിയുടെ എണ്ണത്തിലാണ് രോഗത്തിന്റെ ഒരേ ജനറ്റിക് പാറ്റേൺ, അതായത് ആ രോഗത്തിന്റെ ആ പാറ്റേൺ നമ്മളിലും ഉണ്ട്, രോഗിയിലും ഉണ്ട്. പക്ഷെ രോഗിയിൽ അതിന്റെ റിപ്പീറ്റേഷനുള്ള കോപ്പി നമ്പർ വേരിയേഷനിലാണ് രോഗം എക്സ്പ്രസ്ഡ് ആകുന്നത്. അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന എപ്പിജനറ്റിക് മോഡിഫിക്കേഷനും എപ്പിജനറ്റിക് ആക്ടിവേഷനുമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളും കൂടി നമ്മൾ കയ്യിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ രോഗത്തെ കുറിച്ച് പറഞ്ഞ ക്യാൻസർ ഒരു മെത്തിലേഷൻ ഡിസീസാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അതുപോലെ ന്യൂറോ ഡിജനറേറ്റീവ് ഡിസീസസ്, ആൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾ, അവിടെ മെമ്മറി റിലേറ്റഡ് എക്സ്പ്രഷൻസിനെ നിയന്ത്രിക്കുന്ന ജീനുകൾ, ആ ജീനുകളിൽ ഉണ്ടാകുന്ന എപ്പിജനറ്റിക് ചേഞ്ചസ് കാരണമാണ് അതുണ്ടാവുന്നത്. നമ്മുടെ ലോകത്ത് ഇന്നുള്ള ഏറ്റവും വലിയ രോഗങ്ങൾ മറ്റൊന്ന് ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ് ആണ്. ഒരുപാട് ടോക്സിൻസിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് എൻവയോൺമെന്റൽ ടോക്സിൻസ്, എൻഡോജീനസ് ടോക്സിൻസ്, ഹൗസ് ഹോൾഡ് ടോക്സിൻസ്, ഇങ്ങനെയുള്ള ഒരു ലോകത്ത്. അതുപോലെ ഫുഡിൽ ഉണ്ടാവുന്ന സോൾട്ടുകൾ, ഇതിലൂടെയൊക്കെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന തകർച്ച, ഗട്ട് ബാക്ടീരിയയുടെ തകർച്ച, അവിടെ എപ്പിജനറ്റിക് മെക്കാനിസം വളരെ കൃത്യമായ ഒരു ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിന്റെ എക്സ്പ്രഷനിലും പങ്കുവഹിക്കുന്നുണ്ട്. കാർഡിയോ മെറ്റബോളിസത്തിൽ അഗെയിൻ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോളുള്ള കാര്യങ്ങളിലും എപ്പിജനറ്റിക് കാര്യങ്ങൾ കൃത്യമായ ഒരു പങ്കുവഹിക്കുന്നത്. നമ്മുടെ ഹോമിയോപ്പതിയുടെ ഈ മേഖലയിലുള്ള ചില അന്വേഷണങ്ങളിലേക്ക് നമ്മളൊന്ന് ഓടിച്ചു പോകാം. എന്നിട്ട് നമ്മൾക്ക് ചെറിയൊരു ഡിസ്കഷൻ ആവാം. ഡിസ്കഷനിൽ നിങ്ങൾ പലരും ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കിയ പല കാര്യങ്ങളും ഉണ്ടാവാം. അത് കേൾക്കാനും എനിക്ക് താല്പര്യമുണ്ട്. ഹോമിയോപ്പതിയിൽ വരുമ്പോൾ ഒരു സ്റ്റഡി എപ്പിജനറ്റിക് മോഡിഫിക്കേഷൻ ഇൻ സെൽ സൈക്കിൾ, ലൈഫ് സൈക്കിൾ ഉണ്ട്. അതിൽ നമ്മുടെ കൊൻഡ്യൂരാഗോ എന്ന് പറയുന്ന നമ്മളുടെ കൊൻഡ്യൂരാഗോ മേജസ് 30C, അതായത് ഗോനോലോബസ് കൊൻഡ്യൂരാഗോ, അത് സെർവൈക്കൽ ക്യാൻസറിൽ ഈ 30 പൊട്ടൻസി ഓഫ് കൊൻഡ്യൂരാഗോ ഉണ്ടാക്കിയ മാറ്റങ്ങൾ, അത് HELA എന്ന ഒരു പർട്ടിക്കുലർ ട്രിഗറിങ് എപ്പിജനറ്റിക് മോഡിഫിക്കേഷൻ ഉണ്ട്. അതിലുണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ചുള്ള അന്വേഷണം, പഠനം ഉണ്ടായിരുന്നു. റിസൾട്ട് വന്നിരിക്കുന്നത് കൊൻഡ്യൂരാഗോ 30C ഇൻഡ്യൂസ് സൈറ്റോടോക്സിസിറ്റി ഇൻ HELA സെൽസ്. അതായത് HELA സെൽസ് ആണ് നമ്മുടെ ഈ സെർവിക്കൽ ക്യാൻസറിനെ ട്രിഗർ ചെയ്യുന്ന സെൽസ്. ആ സെല്ല് നശിപ്പിച്ചാൽ ക്യാൻസർ ഉണ്ടാവില്ല. അപ്പൊ ആ സെല്ലിനുള്ള സ്പെസിഫിക് സൈറ്റോടോക്സിക് എഫിഷ്യൻസി ഉള്ള ഒരു പർട്ടിക്കുലർ, അതായത് ഇത് സൈറ്റ് സ്പെസിഫിക് സൈറ്റോടോക്സിസിറ്റിയാണ്. ഇതിനെ പ്രിസിഷൻ മെഡിസിൻ എന്നാണ് പറയാം. ഹോമിയോപ്പതി ഒരു പ്രിസിഷൻ മെഡിസിൻ കൂടിയാണ് എന്ന അറിവ് നമ്മൾക്ക് തിരിച്ചറിവുണ്ടാവുന്നത് ആരൊക്കെയോ ചെയ്യുന്ന ഇത്തരം അന്വേഷണങ്ങളിൽ കൂടിയാണ്. അവിടെ ഈ കൊൻഡ്യൂരാഗോ 30C ഇൻഡ്യൂസ് സൈറ്റോടോക്സിസിറ്റി HELA സെൽസിൽ ഉണ്ടാക്കിയ സൈറ്റോടോക്സിക് വേരിയേഷൻ കാരണം ഉണ്ടായ ട്യൂമർ സപ്രഷൻ എഫക്റ്റ് കാരണം സെർവിക്കൽ ക്യാൻസറിന്റെ പ്രെവലൻസ് ആ ട്രീറ്റ്മെന്റ് കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ബാച്ചിൽ ഒരുപാട് കുറഞ്ഞു എന്നുള്ളതാണ്. ഇറ്റ് അപ്പിയേഴ്സ് ടു ട്രിഗർ ദ കീ എപ്പിജനറ്റിക് ഇവന്റ് ഓഫ് ജീൻ മോഡുലേഷൻ and effectively combating cancer cells when comparing that with the placebo. ഇത് പിന്നെ കൗശിക്, അതുപോലെ ഖുദാബക്ഷ്, അതുപോലെ സിക്ദർ, ഈ 3 പേരാണ് ഈ ഒരു പേപ്പർ പ്രസന്റ് ചെയ്തത്. അടുത്തൊരു സ്റ്റഡി എപ്പിസ് മെല്ലിഫിക്കയുടെ ഡൈല്യൂഷൻ ഇൻ എക്സ്പ്രഷൻ ഓഫ് വേരിയസ് എന്താണ് നമ്മുടെ dilutions. ഒരു പർട്ടിക്കുലർ ഡൈല്യൂഷൻ അല്ല, വേരിയസ് ഡൈല്യൂഷൻസ് ലൈക്ക് 3C, 5C, 7C, 15C, 30C, ഇങ്ങനെ പല പൊട്ടൻസിയും മാറി മാറി ഒന്നിലേറെ കാര്യങ്ങൾ പരിശോധിക്കുകയും ജീൻ പാത്വേ അനാലിസിസ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിലുണ്ടായ അന്വേഷണങ്ങളുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അത് കൊൻഡ്യൂരാഗോ 30C അല്ല, എപ്പിസ് മെല്ലിഫിക്കയുടെ
റിസൾട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഡൈലൂട്ടഡ് എപ്പിസ് മെല്ലിഫിക്ക വുഡ് റീറ്റെയിൻ എഫക്ട്സ് ഓൺ ജീൻ എക്സ്പ്രഷൻ ഇൻ ഹ്യൂമൻ സെൽസ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അന്വേഷണം ഇൻ വേരിയസ് പൊട്ടൻസീസ്. ഇത് കുറച്ച് എന്താണ് നമ്മുടെ ഇറ്റാലിയൻ സയൻറ്റിസ്റ്റുകൾ മോളിക്കുലാർ ബയോളജിസ്റ്റുകളാണ് ഇതിൻ്റെ ഒരു അന്വേഷണം നടത്തിയത്. അതിൽ പിന്നെ എലിസബത്ത് ബിജാഗ്ലി, പിയാഡോ ഡൊലേറ പോലുള്ള ആളുകളാണ് ആ ടീമിലുണ്ടായിരുന്നത്. ഇതിൻ്റെയൊക്കെ എന്താണ് പേപ്പറുകൾ NCB പോലുള്ള സൈറ്റുകൾ ലഭ്യമാണ്. അടുത്തൊരു സ്റ്റഡി ഗ്ലൂക്കോസ് 30C, ആർസെനിക്കം 30, ആർണിക്ക in managing expressions of B. coli. Ultra high dilution of 30C of arsenicum, glucose and arnica. ഈ മരുന്നുകൾ ഈ പറയുന്ന സാക്രോമൈസസ് സെർവിസി എന്നൊരു ഈസ്റ്റിൻ്റെ അതുപോലെ ഈ കോളൈ ബാക്ടീരിയയുടെയും എക്സ്പ്രഷനിൽ വളരെ ശക്തമായ ഒരു എന്താണ് റിസൾട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് ഈ UV റേഡിയേഷൻ എന്താണ് അനാലിസിസ് വഴി കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ അടുത്തൊരു അന്വേഷണം നടന്നിരിക്കുന്നത് ഒരു പ്രപ്പോസലാണ്. ഇതൊരു പ്രപ്പോസൽ ഫോർ ഇവാലുവേറ്റിംഗ് ഹോമിയോപ്പത്തിക് ജീനോമിക് ഹോമിയോപ്പതി ബൈ മോഡുലേറ്റേഴ്സ് ഓഫ് ജീൻ എക്സ്പ്രഷൻസ്. അവിടെ ഇതിനെ അവർ പോസ്റ്റുലേഷൻസ് കാഴ്ചപ്പാടുകൾ പ്രധാനപ്പെട്ട ഇതിലുള്ള എന്താണ് ഐഡിയാസ് എന്ന് പറയുന്നത്. ഒന്ന്, ഹോമിയോപ്പതിയിൽ നമ്മൾ പ്രൈമറി കോസ് ഓഫ് ഡിസീസസ് എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റൽ ഫോഴ്സിന്റെ ഒരു എന്താണ് അബ്നോർമാലിറ്റി അല്ലെങ്കിൽ അനോമലി അല്ലെങ്കിൽ ഡിറേഞ്ച്മെന്റ് ആണ്. ഈ മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ മോഡേൺ സയൻസ് പറയുന്നത് ജീനോമിക് എക്സ്പ്രഷന്റെ എപ്പിജെനറ്റിക് അല്ലെങ്കിൽ ജീനോമിക് വേരിയേഷൻസിലുള്ള വേരിയേഷൻസ് ആണ് രോഗത്തിന്റെ ഒരു കാരണം. അതേപോലെ ഫണ്ടമെന്റൽ കോസ് ഓഫ് ക്രോണിക് ഡിസീസ് നമ്മൾ മനസ്സിലാക്കുന്നത് മയാസംസ് ആണ്. എപ്പിജെനറ്റിക്സ് എന്നതാണ് പുതിയ സയൻസ് പറയുന്നത്. യഥാർത്ഥത്തിൽ മയാസം എന്ന് വിളിച്ചിരുന്നത് നമ്മൾ അന്ന് വിളിച്ചിരുന്നത് ഈ എപ്പിജെനറ്റിക്സ് എന്ന ശാസ്ത്രത്തെ ആവണം എന്നുള്ളതാണ് ഈ അന്വേഷണം. അതാണോ എന്നുള്ളൊരു അന്വേഷണം കൂടിയാണ് ഈ പറഞ്ഞ ജീനോമിക് ഹോമിയോപ്പതി എന്ന ഒരു പേപ്പറിൽ അതിൻ്റെ ആളുകൾ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ പേപ്പറും ലഭ്യമാണ്. അതുപോലെ അടുത്തൊരു പേപ്പർ പൊട്ടൻഡൈസ്ഡ് ഹോമിയോപ്പതി ഇൻ്റഗ്രേഷൻ ജീൻ എക്സ്പ്രഷൻ അനദർ ഹൈപ്പോത്തിസിസ് ആണ്. ഇത് പിന്നെ സയന്റിഫിക് ആർഗ്യുമെന്റ് എന്താണ് ഇൻ exploring potentized homeopathic drug in gene expression and presumably through the hormone protein complexes in various sensory regulations, sensory gene integrations, അതുപോലെ gene receptor അല്ലെങ്കിൽ gene produced gene pathway പോലുള്ള കാര്യങ്ങളിൽ ഉള്ള ചില മോഡൽസ്, അതിന് ബ്രിട്ടൻ ഡേവിഡ്സൺ മോഡൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് ആണ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ അന്വേഷണങ്ങൾ നടന്നിട്ടില്ല. ഈ ഹൈപ്പോത്തസിസിലൂടെ ഫണ്ടിങ് നടക്കുകയും അന്വേഷണങ്ങളും വരേണ്ടതുണ്ട്. അതുപോലെ മറ്റൊരു സംഭവമാണ് ആന്റി മയാസ്മാറ്റിക് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് ആസ് എ മോഡുലേറ്റർ ഓഫ് ജീൻ എക്സ്പ്രഷൻ. ഇതൊരു മാർക്കസ് ജുലിയൻ പറയുന്ന ഒരു ഇറ്റാലിയൻ സയന്റിസ്റ്റ് ആണ് ഇതിലും പണിയെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മൾട്ടിപ്പിൾ എക്സ്പെരിമെന്റ്സ് വേരിയസ് ഹോമിയോപ്പത്തിക് ഡിസിപ്ലിനിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹനിമാന്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഹോമിയോപ്പത്തിക് മയാസം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ സംഭവം തന്നെയാണ്. ക്രോണിക് ഡിസീസിന്റെ ട്രീറ്റ്മെന്റുകൾ ഏറ്റവും വലിയ ഒബ്സ്ട്രക്ഷൻ. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പിജെനറ്റിക് ഫാക്ടേഴ്സ് ആണ് ക്രോണിക് ഡിസീസസിന്റെ അല്ലെങ്കിൽ മെറ്റബോളിക് ഡിസീസസിന്റെ കറക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ. അത് തന്നെയാണ് അതിന്റെ ആ ക്രോണിക് ഡിസീസസിന്റെ അതിന്റെ എന്താ പറയുക പ്രൊലിഫറേഷനിലോ അല്ലെങ്കിൽ ഇതിന്റെ വേഴ്സണിങ്ങിൽ ഉള്ള കോൺട്രിബ്യൂഷനും യഥാർത്ഥത്തിൽ എപ്പിജെനറ്റിക് ഫാക്ടേഴ്സ് തന്നെയാണ്. ഇപ്പോൾ മോഡേൺ ജെനറ്റിക്സും പറയുന്ന അല്ലെങ്കിൽ എപ്പിജെനറ്റിക്സ് പറയുന്ന കാര്യങ്ങൾ വേറൊരു ഭാഷയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ കോറിലേറ്റ് ചെയ്യുന്നുള്ള അന്വേഷണങ്ങളും പിന്നെ എക്സ്പെരിമെന്റും ആണ് ഇനി മുമ്പോട്ട് വേണ്ടത് എന്നുള്ളതാണ് ഈ ഓതേഴ്സൊക്കെ നമ്മളോട് പറയുന്നത്. അതുപോലെ ടെലോമർ, ഇത് എപ്പിജെനറ്റിക്സിന്റെ തന്നെ അടുത്ത ഒരു അഡ്വാൻസ് ലെവലാണ്. ടീലോമിയറും ടീലോമിയർ എസെൻസിയും. ടീലോമിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോശങ്ങൾ, നമ്മുടെ എന്താണ് ക്രോമസോമിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഷൂലേസ് പോലുള്ള ഒരു ചെറിയൊരു സാധനമുണ്ട്. ആ ടെലോമിയറിന്റെ നീളമാണ് നമ്മുടെ ലോഞ്ചിവിറ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിന്റെ രോഗാവസ്ഥയുടെ
വളരെ കൃത്യമായ, വളരെ പ്രധാനപ്പെട്ട ഒരു ബയോമാർക്കർ. ഒരു ജീനോമിക് മാർക്കറാണ്, വളരെ ആക്യുറേറ്റ് ആണ്. ഈ മാർക്കർ നമ്മുടെ വൈറ്റൽ ഫോഴ്സ് ഒരു ഇൻടാഞ്ചിബിൾ മാർക്കറാണ്. വൈറ്റൽ ഫോഴ്സിന് അനലോഗസ് ആയിട്ട് നമുക്ക് കാണാവുന്ന ഒരു മാർക്കറാണ് ടീലോമർ എന്ന് പറയുന്നത്. ജനറ്റിക് മാപ്പിങ്ങിലൂടെ കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന, കൃത്യമായി അളക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മൾക്ക് ഹോമിയോപ്പതിക് മെഡിസിൻ്റെ എഫക്റ്റുകൾ ടീലോമറിൻ്റെയും ടീലോമറസ് എൻസൈമിൻ്റെ കോൺസെൻട്രേഷനും ടീലോമറിൻ്റെ നീളവും വെച്ചിട്ട് അളക്കുകയും അത് അനുസരിച്ച് ഹോമിയോപ്പതിക് മെഡിസിൻ്റെ വാലിഡേഷനും ഹോമിയോപ്പതിക് മെഡിസിൻ്റെ എഫിക്കസിയും നിർണ്ണയിക്കുകയും ചെയ്യുന്ന ഒരു രീതിയെ മാർക്കസ് സെലിയൻ സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരം അന്വേഷണങ്ങളും അറിവുകളും നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു ശാസ്ത്ര സമൂഹം ഒരു ഭാഗത്ത് വളർന്നു വരുന്നുണ്ട്. അത് നമ്മുടെയും കൂടി അന്വേഷണത്തിലേക്കും അറിവിലേക്കും പഠിത്തത്തിലേക്കും കൂടി ഇതൊക്കെ എത്തേണ്ടതുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഡിസ്കഷനിലേക്ക് പോകാം. താങ്ക് യു സോ മച്ച്. ഓക്കെ ഡോക്ടറെ, നല്ല ഒരു വ്യത്യസ്തമായ ക്ലാസ്. എല്ലാ ദിവസവും നമ്മള് മറ്റേ എന്താണ് മൊത്തം ഹോമിയോപ്പതിയിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഡോക്ടറുടെ ക്ലാസ് വ്യത്യസ്തമായ കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സാണ്. ഹോമിയോപ്പതി മാത്രമല്ല. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ ഡോക്ടർ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങളും എന്തെങ്കിലും സംശയങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. ഡിസ്കഷനിലേക്ക് പോകാം. വണ്ടർഫുൾ സെക്ഷൻ എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആ പറയുന്നവരെല്ലാം തന്നെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വന്ന് എന്തുകൊണ്ട് വണ്ടർഫുൾ ആയി എന്നുള്ളത് കൂടി ഒന്ന് പറഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഓരോരുത്തരായിട്ടൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വന്ന് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. ഇനി എന്തെങ്കിലും കൂടുതൽ ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പറയണം. നേരത്തെ ആദ്യമേ ഋഷിക എന്ന് പറയുന്നത് ഡോക്ടർ ആദ്യം ഒരു കമന്റ് ഒക്കെ വന്നല്ലോ, എക്സലന്റ് ക്ലാസ്. നമുക്ക് വേണമെങ്കിൽ അമിതാഭ് ബച്ചന്റെ ദീവാർ ജഞ്ചീർ പോലുള്ള സിനിമകളെ കുറിച്ചുള്ള ഡിസ്കഷനും കൂടി ആവാം. ഓക്കെ, നമ്മളെ ലതാ മനോഹർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തു. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. അൺമ്യൂട്ട് ചെയ്ത ഡോക്ടറെ. ഓക്കെ. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങള് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പറഞ്ഞ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് നമ്മുടെ നേച്ചറിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസീസസിന് നമുക്ക് പ്രിവെന്റ് ചെയ്യാമെന്നുള്ള ഒരു കാര്യം ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പം അത് ആ ലൈഫ് സ്റ്റൈലിനകത്ത് നമ്മൾ അത് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്, അതോ അങ്ങനെയില്ല എങ്ങനെയാണ് അത് ഡോക്ടറുടെ ഒരു അപ്രോച്ച്? അതെ, നല്ലൊരു ചോദ്യമാണ് ലതാ മനോഹർ അല്ലേ? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. താങ്കൾ ഇപ്പം ലൈഫ് സ്റ്റൈലിൽ ഒരു കൃത്യമായ ഒരു ഏരിയ എടുത്ത് വെച്ചിട്ടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഡയറ്റ്. ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഉറക്കം, നമ്മുടെ വ്യായാമം, നമ്മുടെ ചിന്ത, സ്ട്രെസ്, നമ്മുടെ ടോക്സിക് എക്സ്പോഷർ, ഇതൊക്കെ നമ്മുടെ ജീനിനെ ബാധിക്കുന്ന, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന, രോഗത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ. അതിൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഭക്ഷണത്തിന്റെ ഡയറ്റിൽ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ. ഇത് ഈ ഒരാൾക്ക് വെജിറ്റേറിയൻ ആകാം, നോൺ വെജിറ്റേറിയൻ ആകാം. ഈ രണ്ട് രീതിയിലൂടെയും വേണമെങ്കിൽ ഒരാൾക്ക് ഒപ്റ്റിമൽ ഹെൽത്തിൽ എത്താം, വീഗനായിട്ടും എത്താം. പക്ഷെ ഒരു പ്യുവർലി വീഗൻ ആയ ഒരാൾക്ക് ഒരു ഒപ്റ്റിമൽ ഹെൽത്തിൽ എത്തണമെങ്കിൽ ചാലഞ്ചസ് കൂടുതലാണ്. അതുപോലെ നോൺ വെജിറ്റേറിയന്റെ തീവ്രമായ ഭാഗത്തേക്ക് ഒരാൾ പോയാൽ അവിടെയും മനുഷ്യൻ ഒംനിവോറസ് ആണെന്നാണ് ഈ പുതിയ സയൻസൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു കാലത്ത് വെജിറ്റേറിയനിസം പോലുള്ള സംഭവങ്ങൾ കാർബ് ബേസ്ഡ് ആയിരുന്നു. കാർബ്
ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഹരിത വിപ്ലവം, വിപ്ലവം എന്നൊക്കെ പറഞ്ഞ പല വിപ്ലവങ്ങളും നടന്നപ്പോഴൊക്കെ മനുഷ്യന്റെ എന്താണ് നാഗരികത വളർന്നപ്പോ കൂടുതൽ ഭക്ഷണം വേണ്ടി വന്നു. അപ്പം ധാന്യങ്ങൾ രംഗപ്രവേശനം വന്നു. ധാന്യങ്ങൾ നമ്മളെ കീഴടക്കി, നമ്മളെയും നമ്മുടെ സമൂഹത്തെയും ആരോഗ്യത്തെയും മുച്ചൂടും. പിന്നെ നമ്മുടെ ജീവിതശൈലി മാറുകയും ചെയ്തു. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന പോലെ നമ്മളുടെ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഡിലമ്മയിൽ ഓംനിവറസ് ആയി ബാലൻസ്ഡ് ആയിട്ട് ഉള്ളൊരു ഭക്ഷണമാണ് നമുക്ക് വേണ്ടത്, ഒരു ബാലൻസ് പ്ലേറ്റർ. അവിടെ നമ്മൾക്ക് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ഫാറ്റും പ്രോട്ടീനുമാണ്. ക്വാളിറ്റി ഫാറ്റ് ആൻഡ് ക്വാളിറ്റി പ്രോട്ടീൻ. കഴിഞ്ഞ 60 വർഷങ്ങളിൽ മനുഷ്യന്റെ അറിവിനെ അട്ടിമറിച്ച കുറെ ദുരന്തങ്ങൾ, കുതന്ത്രങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഭക്ഷണ ഇൻഡസ്ട്രിയിൽ ഭക്ഷണത്തെക്കുറിച്ച് അപ്പൊ ആ ഇൻഡസ്ട്രി പഠിപ്പിച്ച പാഠങ്ങളാണ് നമ്മുടെ പൊതുബോധത്തിൽ, നമ്മുടെ തലയിൽ ഇപ്പൊ അതാ ഉള്ളത്. അതായത് എണ്ണ കഴിക്കരുത്, ഫാറ്റ് കഴിക്കരുത്, എണ്ണ മെഴുക്ക് തിന്നരുത്, കൊഴുപ്പ് കഴിക്കരുത് എന്ന് പറയുന്ന ഒരു കാര്യം. ധാന്യങ്ങൾ, നമ്മൾ ഭക്ഷണം വിളമ്പ് അറിയില്ലേ, ചോറിന്റെ ഒരു കുന്ന്, അതിന് ചുറ്റും നമ്മുടെ മറ്റ് പച്ചക്കറികളുടെ, മീനിന്റെ അല്ലെങ്കിൽ ഇറച്ചിയുടെ കൊച്ചു കൊച്ചു ഉപദംശങ്ങൾ നമ്മൾ പറയും, ചെറിയ ചെറിയ സാധനങ്ങൾ, ചോറിന്റെ വലിയൊരു മല. അപ്പോ ഈ ഈ ഈ പറയുന്ന ചോറ് നമുക്ക് തരുന്നത് രോഗമാണ് എന്നും അതിന് ചുറ്റുമുള്ള ആ യോദ്ധാക്കളാണ് യഥാർത്ഥ ആരോഗ്യത്തിന്റെ സംരക്ഷകർ. ഈ ചോറിന്റെ കൂനയെ നമ്മൾക്ക് മാക്രോ എന്നും മറ്റേതിനെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയാം. മൈക്രോ ന്യൂട്രിയൻസ് ഉള്ളത് മൊത്തം ചോറിന് ചുറ്റുമുള്ള കുഞ്ഞു കുഞ്ഞു കൂനകളിലാണ്. ചോറിലുള്ള മാക്രോ, എസ്പെഷ്യലി കാർബ് ഈസ് നോട്ട് എൻ എസെൻഷ്യൽ ഫുഡ്. എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്ന് കേട്ടിട്ടുണ്ട്, എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എസെൻഷ്യൽ കാർബെന്നോ അല്ലെങ്കിൽ എസെൻഷ്യൽ ഗ്ലൂക്കോസെന്നോ നമ്മൾ കേട്ടിട്ടുണ്ടോ? പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സയൻസ് നമ്മൾക്ക് അത് പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ എങ്കിലും നമ്മുടെ പൊതുബോധത്തെ ഭക്ഷണ മാഫിയയും ഇൻഡസ്ട്രിയും കഴിഞ്ഞ 60 വർഷങ്ങളിലായിട്ട് വളരെ കൃത്യമായി ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു കാർബ് ബേസ്ഡ് ഡയറ്റിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. അത് നമ്മുടെ ജനറ്റിക് മാപ്പിംഗ് അല്ലെങ്കിൽ ജീനോമിക് ഹെൽത്തിനെ ആസ് എ സ്പീഷീസ്, നമ്മൾ മൊത്തം മനുഷ്യർ ആസ് എ സ്പീഷീസ് നമ്മുടെ മൊത്തം ആരോഗ്യത്തെ ഭീകരമായ ബാധിക്കുന്ന രീതിയിൽ ഈ സംഭവങ്ങൾ, ഈ ഭക്ഷണ രീതി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ചോദ്യത്തിന് നേർക്കുന്ന ഒരു ഉത്തരം, നമ്മൾ ഇതെല്ലാം വേണം. പച്ചക്കറി വേണം, നോൺ വെജ് വേണം, സന്തുലിതമായിരിക്കണം. പക്ഷെ ഇതൊക്കെ ക്വാളിറ്റി ആയിരിക്കണം. മഴവില്ല് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം ഫ്രൂട്ട്സുകളും പലതരം പച്ചക്കറികളും ചേരുമ്പോഴാണ് ഈ പലതരം വർണ്ണങ്ങൾ ഉണ്ടാവുക. ഈ വർണ്ണങ്ങളൊക്കെ നമുക്ക് ഓരോതരം ഫൈറ്റോ ന്യൂട്രിയൻസ് തരികയാണ്. ആ തരുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഈ പറയുന്ന അതിനെ ഭക്ഷണത്തിൽ മഴവില്ല് വിളമ്പുക എന്ന് പറയും. അപ്പോൾ നമുക്ക് മാക്രോ ന്യൂട്രിയൻസ് വേണം, അതിനേക്കാളും പ്രധാനപ്പെട്ട മൈക്രോ ന്യൂട്രിയൻസ് വേണം. അതിൽ മിനറൽസും അതുപോലെ വൈറ്റമിൻസും പോലുള്ള സാധനങ്ങളുണ്ട്, എസെൻഷ്യൽ അമൈനോ ആസിഡ്സ് ഉണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് കിട്ടണം. അപ്പോൾ അതാണ് ഇതിൽ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് രണ്ടും നമുക്ക് വേണം എന്നാണ് ചോദ്യത്തിന്റെ ഉത്തരം. താങ്ക് യു വെരി മച്ച് ഡോക്ടറെ. ഓക്കെ ലതാ മനോഹരൻ ഡോക്ടറെ, നന്ദി. അടുത്ത നമ്മുടെ സലീം കുമാർ ഡോക്ടറാണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. ഡോക്ടറെ ചോദിച്ചു, സംസാരിച്ചു. ഡോക്ടറെ, ഡോക്ടർ, നമ്മളിപ്പോ ഇതില് സാറ് പറയും 99% വരെ മനുഷ്യന്റെ എല്ലാം ഒന്നാണെന്ന് പറഞ്ഞില്ലേ. ഈ ആഫ്രിക്കൻസ്, ഏഷ്യൻസ്, യൂറോപ്യൻ അങ്ങനെയുള്ള അതിന്റെ ഡിഫറൻസ് ഈ സ്റ്റഡിയിൽ അങ്ങനെ നടത്തിയിട്ടുണ്ടോ? അതെ, വളരെ കൃത്യമായ മാപ്പിംഗ്, ജീനോമിക് മാപ്പിംഗ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നടന്നു കഴിഞ്ഞു. 2003 തന്നെ അതിന്റെ ആദ്യത്തെ പഠനങ്ങൾ വന്നു. അതിനുശേഷം നിരന്തരമായ അന്വേഷണങ്ങളും മാപ്പിങ്ങും സോഫ്റ്റ്വെയറുകളും AI-കളിലൂടെയൊക്കെ ഇത് വന്നിട്ടുണ്ട്. അതിൽ കോഡഡ് ജീനോമിക് മാപ്പിംഗ് നടന്നു. അതിൽ തന്നെ 99.9% മനുഷ്യന്റെ ഒരു ഹേർഡ് ജീനോമിക് കോമൺ ആണ്. 0.01%ലാണ് നമ്മുടെ ഈ നിറവും രുചിയും മണവും തലയും മുടിയും കണ്ണും ഇതെല്ലാം മാറിയിരിക്കുന്നത്. ഈ പറയുന്ന 0.01-ലാണ് എന്നാണ് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത്. ഇപ്പൊ സാറിന്റെ ക്ലാസ് കേട്ടപ്പോ ചെറിയൊരു സന്തോഷം തോന്നിയത്, ഇതുവഴി ഹോമിയോപ്പതിയുടെ
സയന്റിഫിസിറ്റി വെളിപ്പെടുത്താനാകും എന്നൊരു തോന്നലുണ്ടായി ഞങ്ങൾക്ക് തോന്നണത്. കാര്യം അത് അതെ ചില ഭാഗങ്ങളിൽ ഏകദേശം അത് പ്രൂവ് ചെയ്ത പോലെ ഉണ്ടല്ലോ അത്. അതെ അപ്പൊ അതെ ഇന്ന് ശാസ്ത്രവാദികളുടെ മുമ്പിൽ ഹോമിയോപ്പതി ഒരു അന്ധവിശ്വാസം പോലെ നിൽക്കണം. അതെ അപ്പൊ അത് ഈ എപ്പിജനറ്റിക് അല്ലെങ്കിൽ ഈ സ്റ്റഡിയിൽ കൂടിയെങ്കിലും ഈ സ്റ്റഡി കൂടി പുറത്തു വന്ന പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കെമിസ്ട്രിയുടെ ആൾ പറയുന്നതിനേക്കാളൊക്കെ വളരെയധികം ഡീപ്പായിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് തരാൻ പറ്റുന്നത്. അപ്പൊ അതെ ആ രീതിയിലുള്ള ഒരു സമീപനം ഇതിനകത്ത് ഉണ്ട്. തീർച്ചയായിട്ടും അവിടെ വേണ്ടത് ഒന്ന് ശാസ്ത്രത്തിന്റെ ഒരു ഭാഗത്ത് ദുർബലമായിട്ടാണെങ്കിലും അന്വേഷണങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഹോമിയോപ്പതി പോലുള്ള ഒരു ശാസ്ത്രം നേരിടുന്ന ഭീഷണി വെച്ച് നോക്കുമ്പോൾ ഇത്തരം ചലനങ്ങൾ പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം, വിനീതമായ അഭിപ്രായം. അത്രയും വലിയ ഒരു ഭാഗത്ത് കോഡസ് അലിമെന്റാരിയസ് വലിയ വാളുമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. മറുഭാഗത്ത് യൂറോപ്യൻ യൂണിയനും US പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ വലിയ പരിമിതികൾ നമ്മൾ നേരിടുന്നുണ്ട്. പക്ഷെ ഇതിലും ഏറ്റവും വലിയ പരിമിതി നമ്മുടെ മനോഭാവമാണ്. ഹോമിയോപ്പതിക്കാരുടെ മനോഭാവമാണ് ഈ പറയുന്ന കോഡസ് കൊടുവാളിനേക്കാളും അമേരിക്കയോ അല്ലെ അതുപോലുള്ള യൂറോപ്യനിലുള്ള താപ്പാനുകളുടെയൊക്കെ ഭീഷണിയെക്കാളും വലിയ. കാരണം നമ്മുടെ മനോഭാവം, നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള അന്വേഷണം അല്ലെങ്കിൽ നമ്മളുടെ ഈ ക്ലിനിക്കൽ പ്രാക്ടീസിലുള്ള ടൂളുകൾ, ഉദാഹരണത്തിന് നമ്മൾ ഒരു 30-50 വർഷം മുമ്പ് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്ന അതേ ടൂൾസ് തന്നെയാണ്, അതേ കുപ്പി, അതേ കേസ് ടേക്കിംഗ് വളരെ നല്ലതാണ്, വളരെ കുറ്റമറ്റതാണ്, വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദി വേൾഡ് ഹോമിയോപ്പതി. പക്ഷേ നമ്മൾ അതിന് മുമ്പ് ചെയ്യുന്ന ചില അസസ്മെന്റ് ഉണ്ട്, ബയോമെട്രിക് അസസ്മെന്റ് ഉണ്ട്, അതുപോലെ ബോഡി കമ്പോസിഷൻ അസസ്മെന്റ് ഉണ്ട്. ഇത്തരം അത് നമ്മൾക്ക് മെട്രിക്സ് കൃത്യമായി അളക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇപ്പം ടീലോമിയർ അടക്കം അളക്കാൻ പറ്റുന്നതാണ്. ഹോമിയോ മരുന്ന് കൊടുത്ത് ടീലോമിയർ അളക്കുക, കൊടുക്കുന്നതിന് മുമ്പ് അളക്കുക, ശേഷം അളക്കുക. പക്ഷെ അതൊന്നും എല്ലാവർക്കും പ്രാക്ടിക്കൽ അല്ല. പക്ഷെ ഈ പറയുന്ന വളരെ ലളിതമായ ഏത് നാട്ടിൻ പുറത്തുള്ള ലാബിൽ ചെയ്യാൻ പറ്റുന്ന ചില ടെസ്റ്റുകളുണ്ട്. ഈ ടെസ്റ്റുകൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവത്തോളം കാലം നമ്മൾ ഈ പറയുന്ന നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ലാബുകളുണ്ട്. ലാബുകൾ പരിമിതമായ രീതിയിൽ ഇപ്പോഴും ഉപയോഗിക്കപ്പെടുന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഒരു കൂട്ടുകാരൻ 20 ലക്ഷത്തിന്റെ ഒരു ലാബ് ഇവിടെ കോഴിക്കോട് അപ്പുറത്ത് മലപ്പുറത്തിന്റെ ഇടയിൽ ഒരു സ്ഥലത്ത് മഞ്ചേരിയിലാണെന്ന് തോന്നുന്നു ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇത്തരം മുന്നേറ്റങ്ങൾ ഉണ്ടാവണം. നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം, നമ്മൾ ആധുനീകരിക്കപ്പെടണം. നമ്മുടെ മനോഭാവമാണ് ഏറ്റവും വലിയ ഭീഷണി എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് കൂടി പറഞ്ഞോട്ടെ. സത്യം. ആ ഒരു കോംപ്ലക്സ് ഹോമിയോപ്പതിക്കാർക്ക് ഉണ്ട്. അതെ, അത് നമ്മൾ പുറത്തേ വന്നേ പറ്റുള്ളൂ, നമ്മൾ അപ്ഡേറ്റ് ചെയ്തേ പറ്റുള്ളൂ. സലീംകുമാർ ഡോക്ടറെ നന്ദി. എന്റെ ഒരു സംശയം, ഈ 0.01 ഇത്രയും വൈരുദ്ധ്യങ്ങളാണ്. അതെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 80,000 പ്രാവശ്യം ചന്ദ്രനിൽ പോയിട്ട് തിരിച്ചു വരാൻ മാത്രം നീളത്തിലുള്ള തന്തുക്കൾ അവിടെ കിടക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു 0.01 എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് മഹാഭാരതവും ഹോമറും ഇലിയഡും ബൈബിളും ഖുറാനും ഗീതയൊക്കെ എഴുതാൻ മാത്രം വിസ്തൃതമായിട്ട് ഇവിടെ കിടക്കുകയാണ്. ഈ നമ്മളെ എല്ലാ സെൽസിനെ DNA ഒരേപോലെ തന്നെയല്ലേ? അതെ അതെ, DNA ആൾമോസ്റ്റ് സെയിം ആണ്. അതിന്റെ എക്സ്പ്രഷൻ, ഉദാഹരണത്തിന് പ്ലൂറിപൊട്ടന്റ് നമ്മുടെ സ്റ്റെം സെൽസ് എന്ന് പറയുമ്പോൾ ആ സ്റ്റെം സെൽസിൽ ഉള്ള ഒരു DNA സ്ട്രക്ചർ അത് തന്നെയാണ് നമുക്ക് പിന്നീട് കിട്ടുന്നത്. പക്ഷെ അതിൽ ഈ പറഞ്ഞ വിശദാംശങ്ങളിലുള്ള എന്താ പറയുക, എപ്പിജനറ്റിക് എക്സ്പ്രഷനിലാണ് അത് ഫാറ്റ് സെല്ലോ മസിൽ സെല്ലോ ബോണോ ഒക്കെ ആവുന്നത് ഒറ്റ ഒരു പ്രൈമോഡിയൽ സെല്ലിൽ നിന്നാണ്. അതിനെ പ്ലൂറിപൊട്ടന്റ് എന്ന് പറയും. ആ പ്രൈമോഡിയൽ സെല്ലിൽ നിന്ന് തന്നെയാണ് എല്ലാ എന്താ പറയുക DNAസും മറ്റ് സെൽസിലേക്ക് എത്തുന്നത്. മൊത്തം 23 പേർ 46 ജീനുകളും വളരെ ഐഡന്റിക്കലാണ്, ആൾമോസ്റ്റ് സെയിം ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എവല്യൂഷൻ ഇതിലൂടെ എടുക്കാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും എവല്യൂഷന്റെ ദൗർബല്യങ്ങളും ശക്തിയും, ഉദാഹരണത്തിന് എവല്യൂഷനിൽ ഉണ്ടായിരിക്കുന്ന വലിയ ലീപ്പുകൾ നമ്മൾ ലാമാർക്കിന്റെ സിദ്ധാന്തവും അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ ചില സിദ്ധാന്തങ്ങൾ വെച്ചിട്ട് നമ്മൾ റാൻഡം സെലക്ഷൻ ആൻഡ് റാൻഡം മ്യൂട്ടേഷൻ, അവർ എവല്യൂഷന്റെ കൺവെൻഷണൽ സിസ്റ്റം പറയുന്നത് റാൻഡം മ്യൂട്ടേഷൻ വഴിയാണ് നമ്മളുടെ എവല്യൂഷൻ സംഭവിച്ചത് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ എപ്പിജനറ്റിക്സ് മനസ്സിലാക്കുമ്പോൾ പറയുന്നത് മനുഷ്യന്റെ എവല്യൂഷൻ വളരെ ഇൻസീഡിയസ് ആയിട്ടുള്ള, വളരെ എന്താ പറയുക, സ്ലോ ആയിട്ടാണെങ്കിലും വളരെ അജൈൽ ആയിട്ടുള്ള ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു എല്ലാ ജീവികളുടെയും ഇവല്യൂഷൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇന്ത്യയിൽ ലോകത്തെ ഏറ്റവും നല്ല ഇതായിട്ട് പറയുന്നത് ഇവരെയാണല്ലോ, ഇസ്രായേൽ ആളുകളാണല്ലോ.
അപ്പൊ അതിനൊരു കഥയൊക്കെ പറയുന്നുണ്ടല്ലോ, അവർ ഇങ്ങനെ തലമുറകളായിട്ട് ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട്. അപ്പൊ ആ രീതിയിൽ വേണോ ജീനിന്റെ ഇത് വരാൻ, ഇമ്പ്രൂവ്മെന്റ് വരാൻ? അല്ല, യഥാർത്ഥത്തിൽ ആ ഒരു കഥ വളരെ വളരെ ഗുരുതരമായ, ഞാൻ നേരത്തെ പറഞ്ഞ യൂജനിക്സ് കഥയുടെ ഒരു ഭാഷ്യയാണ്. അതായത് എന്താണ് ചോസൻ പീപ്പിൾ എന്ന് പറയും. അത് അവർ തന്നെ വാദിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ യൂറോപ്പിലുള്ള ആളുകൾ, ജർമ്മനിയിലുള്ള ആര്യന്മാർ, നമ്മുടെ ആര്യന്മാർ, ലോകത്തുള്ള വരേണ്യ വിഭാഗങ്ങൾ മൊത്തം വാദിക്കുന്ന ഒരു വാദത്തിന്റെ ഒരു ഇതാണ് യൂജനിക്സ് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല ജീനുകൾ ഇങ്ങനെ നിർദ്ധാരണം ചെയ്യപ്പെട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ആളുകളുടെ ബുദ്ധി ഭയങ്കര സംഭവമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ജീനുകളെക്കാളും അവിടെ പണിയെടുത്തിരിക്കുന്ന അവരുടെ എൻവയറമെന്റൽ ചാലഞ്ചുകളാണ്. എന്തുകൊണ്ട് സായിപ്പ് നമ്മളെക്കാളും മിടുക്കന്മാരായി എന്ന് ചോദിച്ചാൽ, സായിപ്പിന്റെ ഗത്യന്തരില്ലായ്മയാണ്. അവന്റെ നാട്ടിലുള്ള 8 മാസം 10 മാസമുള്ള മഞ്ഞ് അവന് കൃഷി ഇറക്കാൻ പറ്റില്ല, ഒരു ഇത് ഉഴുതാൻ പറ്റില്ല. അവന് കപ്പൽ കയറിയിട്ട് ലോകം സഞ്ചരിക്കണം. അവന്റെ പ്രതിസന്ധികളെ കവർ ചെയ്യണമെങ്കിൽ അവന് വലിയ തല വേണം, കൂടുതൽ ചിന്ത വേണം, കൂടുതൽ അന്വേഷിക്കാൻ പറ്റണം. ആ പ്രതിസന്ധികൾ എൻവയറമെന്റൽ ഫാക്ടേഴ്സാണ്, എപ്പിജനറ്റിക് ഫാക്ടേഴ്സാണ്. അതുകൊണ്ടാണ് അവൻ മിടുക്കനായത്. അവൻ തോക്ക് കണ്ടുപിടിച്ചത്. അവന് കപ്പൽ കയറി ഇന്ത്യയിലും കാപ്പാടും ആഫ്രിക്കയിലും പോയി ആളുകളെ തട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ പണിയെടുപ്പിക്കണമെങ്കിൽ അവന് കൊച്ചു ബുദ്ധിയൊന്നും പോരാ. അവന് തീ തുപ്പുന്ന യന്ത്രങ്ങൾ കണ്ടുപിടിക്കാനുള്ള ബുദ്ധി അവന് കിട്ടിയതൊക്കെ പ്രതിസന്ധി എന്നാണ്. ഇസ്രായേലികൾക്ക് അവരുടെ നൂറ്റാണ്ടുകളായുള്ള അധസ്ഥിതത്വം, പ്രതിസന്ധി, അടിച്ചമർത്തലുകൾ, അവരെ ക്രൂരമായി അടിച്ചമർത്തിയ ഒരു കാലഘട്ടം യൂറോപ്പിലുണ്ടായിരുന്നു. ആ ഇസ്രായേലുകൾ മിടുക്കന്മാരായത് ആ എൻവയറൺമെന്റൽ ഫാക്ടർ കൂടിയാണ്. ജനറ്റിക് ഫാക്ടർ ക്യാൻ ബി ദർ. ഇങ്ങനെ നമ്മൾ വിത്ത് നിർദ്ധാരണത്തിൽ അതിനെ നമ്മൾ പറയാ നാച്ചുറൽ സെലക്ഷൻ എന്നാണ്. ഈ നാച്ചുറൽ സെലക്ഷൻ ക്യാൻ ബി എ ഫാക്ടർ, ബട്ട് ഇറ്റ് ഇസ് എ ലെസ് ട്രിവിയൽ ഫാക്ടർ ദാൻ ദ എന്താ പറയാ എൻവയറൺമെന്റ് ഫാക്ടർ. നമ്മൾ വളരെ കൃത്യമായിട്ട് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഏതൊക്കെ സമൂഹം അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ടോ അവരൊക്കെ കുടഞ്ഞെഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഇത് സയൻസ് ആയിട്ട് നിങ്ങൾ അതിനെ കോറിലേറ്റ് ചെയ്യേണ്ട. ദിസ് ഈസ് ഹൗ ഐ റെഡ് ഹ്യൂമാനിറ്റി. അതിലൊരു ഇന്റലിജൻസ് ഉണ്ട്. ഡോക്ടർ, ഒരു സംശയം. ഈ നമ്മൾ കണ്ട സ്റ്റഡിയെല്ലാം ക്യാൻസറിലുള്ള സ്റ്റഡി ആണല്ലോ കണ്ടിരിക്കുന്നത്, ചേഞ്ചസ് അല്ല. അതിൽ നമ്മൾ വേറെ ചില സാധനം കൂടി അതിലുണ്ടായിരുന്നു. ക്യാൻസർ 2-3 ക്യാൻസർ തന്നെയാണ് ഏറ്റവും കൂടുതൽ മെഷറബിൾ ആയിട്ടുള്ള സാധനം ക്യാൻസർ ആയതുകൊണ്ടാണ്. പക്ഷെ മറ്റു ചില സ്റ്റഡികളും കൂടി വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൽ, പിന്നെ പ്രത്യേകിച്ച് എപ്പിസിന്റെ ഒരു സ്റ്റഡി വന്നിട്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിലാണ്. നമ്മൾ ഹോമിയോപ്പതി ഏറ്റവും കൂടുതൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ഏരിയയാണത്. ഈ 2 ഏരിയയും നമ്മൾ ഹോമിയോപ്പതിയുടെ ഏറ്റവും എഫിക്കസി ഉള്ള ഏരിയയാണ്. അതല്ലാത്ത ഏരിയയിലും ഹോമിയോപ്പതിക്ക് എഫിക്കൻസി അന്വേഷിക്കാനും ഹോമിയോപ്പതിക് മൊഡാലിറ്റീസും നമ്മുടെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളും അപ്ഡേറ്റ് ചെയ്യാൻ. നമ്മുടെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോള് ഡോക്യുമെന്റഡ് അല്ല, അപ്ഡേറ്റഡ് അല്ല. അതിനൊരു തെളിച്ചമില്ല. നമ്മൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, പക്ഷെ ഒരു പ്രോട്ടോകോൾ ബേസ്ഡ് ട്രീറ്റ്മെന്റ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പരിമിതമായ വായനയായിരിക്കാം, പക്ഷെ അതിന് സഹായിക്കാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. താങ്കൾ പറഞ്ഞതുപോലെ ക്യാൻസറിലാണ് ഏറ്റവും കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ ഡോക്ടറെ, അപ്പോ നമ്മളെ സമയം ഏകദേശം സമയം കഴിയാറായി. വളരെ നല്ലൊരു ക്ലാസ് ആണ്. എന്തായാലും ഫങ്ഷണൽ മെഡിസിന്റെ ഹോമിയോപ്പതി മാനങ്ങൾ ഇനിയും ഒരുപാട് മാനങ്ങൾ കണ്ടെത്തേണ്ടതായിട്ട് ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഡോക്ടർ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇന്നത്തെ ക്ലാസ് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ ലതാ മനോഹരനെ ക്ഷണിക്കും. ലതാ മനോഹരൻ ഡോക്ടർ ഉണ്ടോ? മ്യൂട്ടാണ്. ഹലോ, ലതാ മനോഹരൻ ഡോക്ടർ ഉണ്ടോ? ഇല്ല, സലീം കുമാർ ഡോക്ടറെ വിളിക്കാം. സലീം കുമാർ ഡോക്ടർ റെഡിയാണ്. സലീം കുമാർ ഡോക്ടറെ നമ്മുടെ നജീബ് അഹമ്മദ് ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ സലീം കുമാറിനെ ക്ഷണിക്കും. കേക്കാം, കാണുന്നില്ല. എനിക്കും എന്നെ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഏതായാലും ഡോക്ടറെ ഇത് നമ്മള് എന്നും സദ്യ വിളമ്പുമ്പോ ഒരു ദിവസം അത് മാറി ചപ്പാത്തി വിളമ്പുന്നത് പോലെ ഒരു ചേഞ്ച്. അത് മാത്രമല്ല, അത് ശരിക്കും ഒരു ഡെപ്തിലോട്ട് പോകുന്നുണ്ട്. ഹോമിയോപ്പതിക്ക് ഭാവി ഉണ്ടെന്ന് ഞങ്ങൾക്കൊരു തോന്നലുണ്ടാക്കുന്നത്, ഞങ്ങൾക്ക് കോൺഫിഡൻസ് കൂടുതൽ തരുന്നതാണ് ഇത്തരം അറിവുകൾ കിട്ടുമ്പോഴാണ്.
അപ്പൊ ഹോമിയോ ഡോക്ടർമാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സമൂഹം ഇവിടെ ഹോമിയോപ്പതിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റിസർച്ച് നടത്തുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ അത് ഞങ്ങൾക്കുണ്ടാക്കുന്ന സന്തോഷം നിസ്സാരമല്ല. ഭാവി ഹോമിയോപ്പതിയുടെ ആയിരിക്കും എന്നുള്ള സംശയമൊന്നും ഇല്ലെങ്കിലും അത് അധികം കാലം അത് വേണ്ടി വരില്ല എന്ന് ഡോക്ടറെ ക്ലാസ് കേട്ടപ്പോൾ മനസ്സിലായി. ഏതായാലും ഇങ്ങനെ ഒരു ക്ലാസ് ഞങ്ങൾക്ക് തന്ന ഡോക്ടർക്ക് IFPHന്റെ എല്ലാ ഡോക്ടർമാർക്കും വേണ്ടിയിട്ട് ഞാൻ നന്ദി പറയുന്നു. ഇനിയും വരണം. തീർച്ചയായും. താങ്ക് യു. നന്ദി ഡോക്ടർ സലീംകുമാർ. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് മെഡിസിനുകളിൽ റിസർച്ച് നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ സെഷനിൽ നല്ല ഒരു ക്ലാസ് എടുത്ത ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു.